ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാനേജിംഗ് എഡിറ്റർ എന്ന് കാണണം. സാറ് ക്യാബിലുണ്ട്. എന്താ കാര്യം? ഞാനിവിടെ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. അതെയോ? എന്താ പേര്? വെൽ മിസ്റ്റർ അനന്തകൃഷ്ണൻ, അരനൂറ്റാണ്ടിന്റെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. കേരള ഭൂമിയുടെ ആ റിച്ച് ട്രഡീഷന്റെ ഒരു കണ്ണിയായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്നത്. ട്രൈ ടു ബി വർക്ക് ഓഫ് ഇറ്റ്. യെസ് സർ. രാധാമണി, സർ. ഇയാൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കണം. ആരുടെ കീഴിലാണ് ഇയാളെ പോസ്റ്റ് ചെയ്യുക? റിപ്പോർട്ടിംഗ് തുടങ്ങട്ടെ സർ. മൂർത്തി സാറിന്റെ കീഴിലാവാം. ദാറ്റ്സ് ഗുഡ്. നിര്യാതരായി. തന്റെ നാളെന്താ? തൃക്കേട്ട. അത് പറയേ. തൃക്കേട്ടക്കാർക്ക് ഇപ്പോ ശനിദശയാവണം ഉറപ്പ്. അല്ലെങ്കിൽ വലതുകാല് വെച്ച് വന്നു കയറിയ ഉടനെ മൂർത്തിയുടെ കീഴിലേക്ക് അയക്കില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല തരക. ചരമവാർത്ത എഴുതാനല്ലാണ്ട് മറ്റൊന്നിനും കൊള്ളില്ലാത്ത തന്റെ കയ്യിലാക്കണോ പിന്നെ ഇയാളെ? കേട്ടോ അനിയ, മൂർത്തിയുടെ കീഴിൽ 1 കൊല്ലം ട്രെയിൻ ചെയ്താൽ മതി. ഒന്നുകിൽ താനി പണി വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ലോകത്ത് എവിടെ ചെന്നാലും ഞെളിഞ്ഞു നിൽക്കാവുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറും. മാറ്. മദ്യപാനം പതിവുണ്ടോ? ഇല്ല. എങ്കിൽ പഠിക്കാം. അതിന് ഇതിനേക്കാൾ നല്ലൊരു ഗുരുവിനെ വേറെ കിട്ടൂല. പിന്നെ ആളുകളോട് വഴക്ക് കൂടുക, മെക്കിട്ട് കയറുക, ലോകത്തെ മുഴുവൻ പുച്ഛം, അങ്ങനെ പലതും പഠിക്കാം. ഭാവി ഭദ്രം. പേഴ്സണൽ ലൈഫ് എന്തോ ആവട്ടെ, റിപ്പോർട്ടിംഗിൽ മൂർത്തി സാറിനെ വെല്ലാൻ ഇന്ന് ഈ ഫീൽഡിൽ ആരുമില്ല. റിപ്പോർട്ടിംഗ് മാത്രമല്ല മാഡം, ജേർണലിസം. ചരമവാർത്ത അല്ലാണ്ട് എന്ന് പറഞ്ഞ് മാധവേട്ടൻ എന്നെ പുച്ഛിച്ചല്ലോ. ചരമവാർത്ത എന്താ ഇത്ര നിസ്സാര കാര്യമാണ്? ഒബിച്വറി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാഞ്ചാണ് ഡെസ്കിൽ. ഞാനിവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാജി മരിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ. അന്ന് അവരുടെ ഒബിച്വറി ഞാനൊരു എഴുത്തെഴുതി. അത് വായിച്ചിട്ട് ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ മാധവ മേനോൻ സാറിന്റെ അച്ഛൻ കൊല്ലങ്കോട് രാവുണ്ണി മേനോൻ പറഞ്ഞു, ഇത്രയും ഈടുറ്റ ഒരു ചരമക്കുറിപ്പ് വേറെ അദ്ദേഹം വായിച്ചിട്ടില്ല. ഓക്സ്ഫോർഡിൽ നിന്നും ഡീലിറ്റ് എടുത്ത ആളാ രാവുണ്ണി മേനോൻ. ഗണപതിക്ക് വെച്ചത് ഏതായാലും ഏറ്റു. അത് പിന്നെ ചരമക്കുറിപ്പല്ലാണ്ട് വേറൊന്നും കാര്യമായിട്ട് എഴുതേണ്ടി വന്നിട്ടില്ല. അതിനും വേണം സാറേ ഒരു കഴിവ്. ഇവിടെ ഈ ചരമവാർത്ത എഴുതുന്ന ആരാണാവോ? ഞാനാണ്. വരൂ, പറഞ്ഞോളൂ. ആരാ മരിച്ചത്? പേര്, വീട്ടുപേര്, വയസ്സ്, ബന്ധുക്കൾ വിശദമായിട്ട് പറഞ്ഞോളൂ. മരണകാരണം? കാരണമോ? പുലി പോലെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ എന്റെ ഫോട്ടോ സഹിതം പത്രത്തിൽ അത് കണ്ട് റീത്തുമായി കുറെ ഏഭ്യന്മാര് വീട്ടിൽ കണിയും. പോസ്റ്റ്മാന്റെ വക പിന്നാലെ ആരാരും അറിയാണ്ട് ഒരു മൂലയിൽ കിടന്ന് മരിച്ച കുഞ്ഞിരാമ പൊതുവാളുടെ സ്ഥാനത്ത് 4 ആളറിയണ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഈ കുഞ്ഞികൃഷ്ണ പൊതുവാളുടെ പടം തന്നെ കൊടുക്കണല്ലേ എനിക്ക്? രാമൻ എന്നുള്ളത് മാറി കൃഷ്ണനായി പോയതാണ്. പറ്റിയതാണ് സാറ് ദയവായി ക്ഷമിക്കും. ഒരു തിരുത്തു കൊടുക്കാം. അതെ, മരിച്ചിട്ടില്ല, മരിക്കാൻ പോണേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെറും ഒരു താങ്ക്ലെസ് ജോബാണ്. നീയാ ഇതിപ്പോ 2ാമത്തെ തവണയാ. ഇനി ഇത് ആവർത്തിച്ചാൽ തരകന് പഴയ പ്രൂഫ് റീഡറുടെ കസേരയിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരും. എനിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോറി മാഡം. 5 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ഡൽഹിയിൽ തിരിച്ചെത്തി. ആലപ്പുഴയിൽ ഇന്നലെ ഉണ്ടായ ബോട്ടപകടത്തിൽ 18 പേർ മുങ്ങി മരിച്ചു. ശബ്ദം കുറയ്ക്കണോ? വന്നല്ലോ ഗുരുനാഥൻ. മൂർത്തി സാറേ, ഇത് മിസ്റ്റർ അനന്തകൃഷ്ണൻ, പുതിയ സബ് എഡിറ്റർ ട്രെയിനിയാ. ഗുഡ് മോർണിംഗ് സർ. മൂർത്തി സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാ ആദ്യത്തെ പോസ്റ്റിംഗ്. എന്താ തന്റെ ക്വാളിഫിക്കേഷൻ? MA ലിറ്ററേച്ചറാണ്. അതല്ല ചോദിച്ചത്, ഈ പ്രൊഫഷനിലേക്ക് വരാൻ എന്താ യോഗ്യതയെന്ന്. അത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് വരികയാണ്. മറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളൊന്നും തടഞ്ഞു കാണൂല. വാദ്യാർ പണിക്ക് കോഴ കൊടുക്കാൻ ചില്ലുവാനും തികഞ്ഞു കാണില്ല. എന്നാ പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു പണിയില്ലേ? കറക്റ്റ്. അല്ല സർ, ജെനുവിൻ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ അപേക്ഷിച്ചത്. But don't ever think that this is a bed of roses. മുഴുവൻ മുള്ളുകളും ദുർഘടങ്ങളുമാണ്. ശരിക്കും ഒരു ശരശയ്യ. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. തളരാതെ പിടിച്ചു നിൽക്കണം. എന്തും ചലഞ്ചോടെ നേരിടാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവണം. ആ സ്പിരിറ്റ് ഒരു ലഹരി പോലെ ഞരമ്പിൽ കത്തി നിൽക്കണം. എങ്കിലേ തന്നിൽ ഒരു ജേർണലിസ്റ്റ് ജനിക്കൂ. റിപ്പോർട്ടിങ്ങിലാണ് തുടക്കം. റിപ്പോർട്ട് ചെയ്യേണ്ടത് വാർത്തകളാണ്. ഇറങ്ങ്. വൈകിട്ട് 5 മണിക്ക് പ്രസ് ക്ലബിൽ. കം വിത്ത് ദ ന്യൂസ്. എവിടെ നിന്ന് എന്ത് വാർത്തയാണ് സാർ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ലുക്ക് അറൗണ്ട് യുവർ സെൽഫ്. ഇവിടെ ജീവിതമുണ്ട്. ലൈഫ് ഇസ് ദ ന്യൂസ്. അത് കാണാനുള്ള കണ്ണ് വേണം.
വൈകിട്ട് 5 മണിക്ക് പ്രസ് ക്ലബിൽ വാർത്തകളുമായി വരിക. ലുക്ക് അറൗണ്ട് യുവർ സെൽഫ്. ഇവിടെ ജീവിതമുണ്ട്. ലൈഫ് ഇസ് ദ ന്യൂസ്. അത് കാണാനുള്ള കണ്ണ് വേണം. $5 രൂപയോ? വേഷം കെട്ട് നിൽക്കാതെ 8 രൂപ എടുക്കണോ? മീറ്ററിൽ 4.80 ആയുള്ളൂ. മീറ്റർ കണക്കിന് ഓടാൻ വേറെ ആള് നോക്ക്. മര്യാദ കാശെടുക്കണോ? ഇതാ ഇതുപോലെ അക്രമ കേട്ടോ. ഓ ഏയ് ഓട്ടോ, എവിടേക്കാ? ബ്രോഡ്വേ. ഞാൻ അങ്ങോട്ടില്ല, പിന്നെ അങ്ങോട്ടാ? കച്ചേരി പടിക്കലേക്ക്. ആ എങ്കിൽ അങ്ങോട്ട്. കച്ചേരി പടിയിൽ എവിടെയാ? ജംഗ്ഷനിൽ വിട്ടാ മതിയാ? എനിക്ക് പോകേണ്ടത് ബ്രോഡ്വേക്കാണ്. പിന്നെ കച്ചേരി പടി എന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം. എനിക്ക് തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് പോയാലും മതി. ബ്രോഡ്വേക്ക് കൊടക്കാനാണോ? നിങ്ങൾക്ക് തോന്നുന്നിടത്തേക്ക് പോകാനല്ല സർക്കാർ ലൈസൻസും പെർമിറ്റും തന്ന് ഈ ഓട്ടോറിക്ഷ റോഡിൽ ഇറക്കുന്നത്. ഈ മീറ്റർ വെച്ചിരിക്കുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന താരിഫ് അനുസരിച്ച് വാടക വാങ്ങാനാണ്. തോന്നുന്ന സ്ഥലത്തേക്ക് പോകൂ, തോന്നിയ കാശും വാങ്ങും. ഇവിടെ നിയമം എന്ന് പറയുന്ന ഒന്നില്ലേ സുഹൃത്തെ? നിങ്ങൾ ഈ ചെയ്യുന്നത് നിയമലംഘനമല്ലേ? ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റൂല. വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. വേണ്ട, ഈ സാറിന് നമ്മളെ കുറച്ച് നിയമം പഠിപ്പിക്കാനുണ്ടെന്ന്. വരണടാ. എന്റെ ഏയ് എന്താ പേര്? ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും വിളിച്ചു. അയ്യോ അതല്ല, നിങ്ങളുടെ ശരിക്കുള്ള പേര്, വീട്, ചുറ്റുപാടുകൾ, എങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഴിതെറ്റി ഈ വൃത്തികെട്ട തൊഴിലിൽ വന്ന് പെട്ടു, ആ സാഹചര്യങ്ങൾ. വൃത്തികെട്ട തൊഴിൽ ചെയ്യുന്നതേ നിന്റെ വീട്ടിലുള്ളവരാ. പരമ നാറി. നീ ആരടാ? മൈത്രേട്ടോ? കിണങ്ങിണങ്ങി കിണങ്ങിച്ച് പോയ പോരെ. ഇത് ന്യായം വിസ്തരിക്കണം. എന്താടാ ഇവിടെ? സർ, ഞാൻ നിന്നെ ഇവിടെ കണ്ടുപോലെ ഒന്ന് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്റെ പാട്ടിന് പോവായിരുന്നു സാറേ. ഇയാൾ എന്നെ പിടിച്ചെടുത്ത് വേണ്ടതിന് പറയാ. പട്ടാ പകല് നടു റോഡില് പോടാ. ഒരു പകല് മുഴുവൻ നടന്നിട്ട് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. റബിഷ്. എല്ലാം ഞാൻ നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് സർ. എടോ, ഈ നേരിട്ട് കാണുന്നത് അങ്ങനെ തന്നെ പകർത്തി വെക്കുന്നത് അല്ല വാർത്ത. ജനത്തിന് ചുറ്റും നടക്കുന്നത് അല്ലെങ്കിൽ നടന്നേക്കാവുന്നത് അവർ കാണാത്ത കണ്ണുകൊണ്ട് കണ്ടെഴുതണം. അത് വായിച്ച് നമ്മുടെ കണ്ണിൽ കൂടി നാളെ അവരത് കാണണം. അതാണ് റിപ്പോർട്ടിംഗ്. ആ തുടക്കമല്ലേ, ഒരു ദിവസം അങ്ങനെ പോയി. നാളെ വീണ്ടും ഒന്നും തുടങ്ങാം. ആ എന്താ തന്റെ ബ്രാൻഡ്? സർ, എനിക്ക് എടോ, കുടിക്കാൻ എന്താ വേണ്ടതെന്ന്? ഞാൻ ബ്രാൻഡിയാ, തനിക്കത് മതിയോ? വേണ്ട സർ, ഞാൻ കുടിക്കില്ല. ഇതേവരെ കുടിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നല്ല ദിവസമാ, തുടങ്ങാം. വേണ്ട സർ, എനിക്ക് വേണ്ട. ഷുവർ? വർഗീസേ, പതിവ് പോലെ ഒരരസികന്റെ മോന്തയുമായിട്ട് മുന്നിൽ നിന്ന് മുഷിപ്പിക്കണ്ട. സ്ഥലം വിട്. ഐ വിൽ ഫ്ലർട്ട് വിത്ത് മൈ സോളിറ്റ്യൂഡ്. നാളെ ഗുഡ് നൈറ്റ്. காலம்பா நான் ஆபீஸ் கிளம்புறதுக்கு முந்தி விவரத்தை சொல்லி அனுப்பு. அனந்து வந்தாச்சே. என்னடா வேலையில எப்படி இருந்தது? பரவாயில்ல வைத்தி மாமா. கஸ்தூரி, பையன் வேலை முடிச்சு வந்திருக்கிறான். பாக்கலையா? ஏதாவது குடிக்க கூட வரேன்டா அந்து. அப்புறம் தாத்தா கிட்ட ஒரு முக்கியமான விஷயத்தை சொல்லி இருக்கு. என்ன மாமா? கேட்டு தெரிஞ்சுக்கடா. பட்டுமாண்ணா? வரேன் கஸ்தூரி. உஷா, இந்த உனக்கு மல்லிப்பூ.
இது அம்மா கிட்ட கொடு. என்ன தாத்தா விஷயம்? நம்ம உஷாவோட கல்யாண விஷயம். எங்கிருந்து? நம்ம ருக்கு இல்லையா, வைத்தி பொண்டாட்டி, அவளுடைய தம்பி தான். பாலக்காடு இன்ஸ்ட்ருமெண்டேஷன் கம்பெனில ஓவர் சிராக்கும். அப்படியா? ஆமாண்டா, தெரிஞ்ச வரைக்கும் ரொம்ப நல்ல இடம் தான். எதுக்கும் உன்னை கேட்டுட்டு பதில் சொல்றேன்னு சொல்லியிருக்கேன். என்ன கேக்குறதுக்கு என்ன தாத்தா, உங்களுக்கும் அம்மாவுக்கும் ஓகேன்னா எனக்கும் உஷா அம்மாவுக்கும் சரிதான். பையன் வந்து பொண்ணை பாக்கட்டுமே. பொண்ணுக்கு பையனை பிடிச்சதுன்னா கல்யாணம். ஏண்டா பையனுக்கு பொண்ணை பிடிக்க வேண்டாமா? அடாடாடாடாடா, இந்த முகத்தை பார்த்து எவனாவது பிடிக்கலன்னு சொல்லிடுவானா? போங்கண்ணா. രണ്ട് മുതിർന്നവർക്കും പിന്നെ പരമാവധി 2 കുഞ്ഞുങ്ങൾക്കും മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള ഓട്ടോറിക്ഷകളിൽ 21 പിഞ്ചുകുട്ടികളെ കുത്തിക്കയറ്റി അലറിപ്പാഞ്ഞു വരുന്ന ബസ്സുകളുടെയും ചീറിപ്പായുന്ന ലോറികളുടെയും നടുവിലൂടെ തിരികെ കയറ്റി കൊണ്ടുപോകുന്നത് നഗരത്തിൽ ഇന്നൊരു പതിവ് ദൃശ്യമാണ്. ഏതു നിമിഷവും ദുരന്തം നഗരവീഥിയിൽ രക്തക്കളമൊരുക്കാം. 21 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ ആ കുരുതിക്കളത്തിൽ ചതഞ്ഞറിയാം. ഈ ക്രിമിനൽ കുറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിയമപാലകരാണ് യഥാർത്ഥ കുറ്റവാളികൾ. ഗുഡ്. ഇതിൽ താൻ കണ്ട യാഥാർത്ഥ്യമുണ്ട്. സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പിക്ചറുണ്ട്. ഇത് നാളെ പത്രത്തിൽ വായിക്കുന്ന ഓരോ വീട്ടമ്മയും തന്റെ കുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കും മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. അപ്പോഴാണ് ഇത് വാർത്തയാവുന്നത്. താനൊരു കാര്യം ചെയ്യേ, സ്റ്റാഫ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് വൈകിട്ട് സ്കൂൾ വിടുമ്പോ ഇതുപോലെ കുട്ടികളെ കുത്തി നിറച്ചു വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുപ്പിക്കും. ശരി, പക്ഷെ അത് അതിനുവേണ്ടി എടുത്താണെന്ന് തോന്നരുത്. നമുക്ക് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറി ആക്കാം. താങ്ക് യു സർ. ആഹാ, സാർ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെ വന്നേ? എല്ലാവരും താഴെ റെഡിയായി. ആ, കൊച്ചിൻ ടവറിലേക്ക് പോകണ്ടേ? എന്താ കാര്യം? ഇന്ന് മലബാർ പ്ലാന്റേഷന്റെ ആനുവൽ പ്രസ് മീറ്റ് അല്ലേ? തന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ കരുതി അവിടെ ആരോ മരിച്ചു കാണുമെന്ന്. അതിന് ഞാനെന്തിനു വെപ്രാളപ്പെടണം? കോക്ടെയിൽ അറ്റാച്ച്ഡ് ഡിന്നറാണ്. 5 കിലോ തേയില, പേന, പേഴ്സ്, ഹാൻഡ് ബാഗ്, ലൊട്ടിലൊടുക്ക് വേറെ. പ്രീമിയം സ്കോച്ചാണ്. സമയം കളയാണ്ട് വന്നേ. ഓസിന് കുടിച്ചാൽ എനിക്ക് കിക്ക് കിട്ടൂല. ആഹാ, ശീലമില്ലടോ. തനിക്ക് പിന്നെ അതല്ലേ പതിവുള്ളൂ. കളയണ്ട, വിട്ടോ. വേണമെങ്കിൽ ഒരു ചാക്കും കൂടെ കരുതിക്കോ. എന്നെ പോലെ വേണ്ടാന്ന് വെക്കുന്ന മണ്ടന്മാര് വേറെയും കാണും. എല്ലാം കൂടെ വാരിക്കൂട്ടാം. നോക്കൂ, നമ്മുടെ ഈ വക തൊഴിൽ രഹസ്യങ്ങൾ ട്രെയിനീസിന്റെ മുമ്പിൽ വെച്ച് പരസ്യമാക്കരുത്. അതൊരു നല്ല ഹാബിറ്റ് അല്ല. സാർ വന്നേ പോവാം. ഇല്ല, വരുന്നില്ല. തീർച്ചയാണോ? ആ, 5-10 കിലോ തേയില എത്തും. ചക്കാത്തിന് എന്ത് കിട്ടുകയെന്ന് വെച്ചാലും തരകൻ കൈനീട്ടും. ചിലർക്ക് അതൊരു ശീലമാണ് സർ. അല്ലടോ, ശീലമാക്കിയതാണ് അയാൾ സാഹചര്യങ്ങൾ മൂലം. പാവം, വയസ്സ് 10-45 കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇനി ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തന്തയ്ക്കൊറ്റ ആന്തരിയാണ് തരകൻ. താഴെ 5 പേര്. റിവേഴ്സ് എടുക്കാൻ മക്കളുടെ ചുമതല മുഴുവൻ ഈ പാവത്തിന്റെ തലയിൽ വെച്ച് ഇയാളെ നരകത്തിൽ തള്ളിയിട്ട് നാളെ എങ്ങോട്ടാ? ആ, താനോ? വാ, കയറ്. ഞാനിന്ന് ഇവിടെ ക്യാമ്പ്. വാ, നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാ. കൊല്ലം എത്രയും നമ്മൾ തമ്മിലൊന്ന് ആഘോഷിച്ചിട്ട് വാ. ഇല്ല, ഇയാള് പോ. വലിപ്പം വെപ്പിക്കാണ്ട് കയറാശാനെ. ഞാൻ പഴയ ബാലനല്ലേ വിളിക്കുന്നേ. ഞാൻ പഴയ കൃഷ്ണമൂർത്തി തന്നെയാണ്. പക്ഷെ താൻ പഴയ ബാലനല്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ. ആ പത്രാസ് കാണിച്ച് എന്റെ മുമ്പിൽ ആളാവണ്ട. മാവ് ചൊറിഞ്ഞാ ഞാൻ വല്ലതും വിളിച്ചു പറയും. കുറച്ചില് തനിക്കാ. പോ. എന്നാ ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. എന്താണ് നോക്കിക്കുന്നത്? ഒന്നുമില്ല. പണ്ട് ഞാൻ പാർട്ടിയിലുള്ളപ്പോ ഒളിസങ്കേതത്തിൽ ചായയും കാപ്പിയും വാങ്ങാൻ കണാരേട്ടൻ ഏർപ്പാട് ചെയ്ത ഒരു പീറച്ചെറുക്കൻ കല്ലായി പാലത്തിന് ബോംബ് വെക്കാൻ രഹസ്യമായി എടുത്ത തീരുമാനം പോലീസിന് ഒറ്റിക്കൊടുത്തത് അവന്റെ ആദ്യത്തെ രാഷ്ട്രീയ ചുവടുവെപ്പ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കയറ്റങ്ങൾ മാത്രം. ആണ്ടർവെയർ മാറുന്നത് പോലെ പാർട്ടി 4-5 മാറിയെങ്കിൽ എന്ത്? ഇന്നവൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഗസ്റ്റ് ഹൗസിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചിരിക്കുന്നു എന്നെ. സാറിന്ന് ഒരുപാടായി. അതേടോ, ആ നാറിയെ കണ്ടതിന്റെ ചൊരുക്ക് വിടാൻ പതിവില് 4 കൂടി. നാളെ വെള്ളിയാഴ്ചയാണ്. സാറിന്റെ കോളം 4 മണിക്ക് മുമ്പ് എഴുതി വാങ്ങിച്ചെത്തിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. പേന എടുത്തെഴുതാൻ ഇന്നലെ എനിക്ക് വയ്യ. അയ്യോ സാർ, കോളം മുടങ്ങും. താൻ എഴുത്, ഞാൻ പറഞ്ഞത്. എന്തിനെ കുറിച്ചാ എഴുതുക? ആരെ കുറിച്ചാ? ആ, വലപ്പാട് ബാലകൃഷ്ണൻ മന്ത്രി. അവന്റെ നെഞ്ചത്ത് തന്നെ ആവട്ടെ ഇന്നത്തെ താണ്ഡവം. എഴുതോടോ ഹെഡിങ്. ആഭ്യന്തര വകുപ്പല്ല, അഴിമതി വകുപ്പ്. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട്
വലപ്പാട് ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റ ശേഷം പോലീസുകാർ പ്രതികളായി 233 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ സമ്മതിക്കുന്നു. ശ്ശോ, ഇത് വളരെ പഴയ കണക്കാണ്. അത് തന്നെ മുഴുവനും ഇല്ല. രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ ഇതിന്റെ 10 ഇരട്ടി വേറെ കിടക്കുന്നു. യാചക നിരോധന മേഖലയിൽ ഭിക്ഷാടനത്തിനിറങ്ങാം, പോലീസിന് കൈക്കൂലി കൊടുത്താൽ. ഇതായിരിക്കുന്നു സ്ഥിതി. ഇതിനേക്കാൾ ഹീനമായ ഒരു അഴിമതി ലോകത്തിൽ വേറെ എവിടെയാണ് ചൂണ്ടിക്കാട്ടാനാവുക? നിർത്തണോ? ഏതാണ്ട് ഒരു ആനക്കാര്യം പോലെ. ഭിക്ഷക്കാരെ ഒരു ദിവസത്തെ വരുമാനം എന്താണെന്ന് കണ്ട ബാറിലിരുന്ന് വായി തോന്നുന്ന ആർക്കറിയോ? ടൂറിസ്റ്റ് ടാക്സി വരേണ്ട അവരെ ചിലർക്ക് ഇവിടെ. എന്ന് വെച്ചാ താനാ കേരള ഭൂമിയിലെ മേലെ വിളിച്ചൊന്ന് ലൈനിൽ തന്നെ. സാർ, യെസ്, ബെനോൻ സ്പീക്കിംഗ്. ഹോം മിനിസ്റ്ററോ? കൊടുക്കൂ. ഗുഡ് മോർണിംഗ് സർ. ഓ, കണ്ടില്ല. കാണാതെ പിന്നെ താൻ പത്രാധിപരാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നതിനാ? കണ്ടിട്ടേ കൊടുക്കാവുന്നതാണ്. ഇന്നലെ പക്ഷേ ലോട്ടസ് ക്ലബിൽ റമ്മി ടൂർണമെന്റ് ആയിരുന്നുകൊണ്ട് ഞാൻ ആ തിരക്കിലതങ്ങ്. ഉവ്വ്, അതെ. പക്ഷെ അതല്ല, മൂർത്തിയെ പോലൊരു സീനിയർ ഹാൻഡ് എഴുതുമ്പോ സെൻസർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി. എന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം എഴുതാന്നോ? അയ്യോ അല്ല. എടോ, എന്നെ കണക്കാക്കണ്ട. പക്ഷെ ഞാനിരിക്കുന്ന ഈ കസേര ഉണ്ടല്ലോ, അതിനൊരു സ്ഥാനവും വിലയുണ്ട്. അത് ഉപയോഗിച്ച് തന്റെ പത്രവും മാനേജ്മെന്റ് പലതും നേടുന്നുണ്ട്. സാർ ഇത്തവണത്തേക്കൊന്ന് മാപ്പാക്ക്. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചോളാം. പിന്നെ ബാലകൃഷ്ണൻ ഇടഞ്ഞ മഹാ ചെറ്റയാണ്. ആ, എന്റെ കോളത്തിന് വായനക്കാരുള്ള കൊണ്ടാ ശമ്പളത്തിന് പുറമെ പ്രതിഫലം തന്നെ എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. ഞാൻ എഴുതുന്നതിനാണ് പ്രതിഫലം. എന്തെഴുതണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അനുസരിക്കുന്നതിനല്ല. മൂർത്തിയുടെ തലച്ചോറിനകത്ത് കേറി ഒരു പത്രമുതലാളിയും ചിന്തിക്കണ്ട. എന്റെ പൊന്നു മൂർത്തി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആവശ്യത്തിനുള്ള പഠിപ്പുണ്ട്. കൂടുതലായി ഇയാളൊന്നും പറഞ്ഞിരണ്ട. മൂർത്തി പ്ലീസ്. നിങ്ങളുടെ ഒന്നും ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് പേനയൊന്നാൻ എന്നെ കിട്ടൂല. പറ്റില്ലേ? പറഞ്ഞുവിട്. റിലീവിംഗ് ഓർഡർ ടൈപ്പ് ചെയ്ത് തീരുന്നതിന് മുമ്പ് എന്നെ റാഞ്ചി കൊണ്ടുപോകാൻ പത്രമുതലാളിമാർ ഇവിടെ ക്യൂ നിൽക്കും. ചുണയുണ്ടെങ്കിൽ താനെന്ന് രാജിവെക്ക്. വേണ്ടെന്ന് പറയാൻ തന്റെ ഭാര്യ സുഭദ്ര തമ്പുരാട്ടി പോലും വരില്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സർ, എന്താടോ? കമ്മീഷണേഴ്സ് ഓഫീസിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷയിൽ 6 കുട്ടികളിൽ കൂടുതൽ കയറ്റുന്നത് നിരോധിച്ചു. പ്രസ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഗുഡ്. ഇത് ഞാനൊരു ബോക്സ് ആയിട്ട് കൊടുക്കും. കേരള ഭൂമി ലേഖകൻ അനന്തുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സത്വര നടപടി. യു ഡിസേർവ് ഇറ്റ് മൈ ബോയ്. பேப்பர்ல என்னடா விசேஷம்? அண்ணன் பேர் பேப்பர்ல வந்திருக்குமா? அப்படியா? குடி. ஜேர்னலிஸ்ட்னா அப்படித்தான். போ தினம் என் பேர் பேப்பர்ல வந்துட்டே இருக்குமா. இது முதல் அல்லவா? கண்டிப்பா ஒரு ட்ரீட் கொடுக்கணும். ட்ரீட்டா? சரி, ஒரு ஐஸ்கிரீம் வாங்கி தரேன். ஐஸ்கிரீமா? அப்புறம் என்ன? ஓகே, கூடவே ஒரு மசால் தோசை. அண்ணா அண்ணா, பத்மஸ்ரீ காயத்ரி தேவியோட டான்ஸ் ப்ரோக்ராம் சனிக்கிழமை ஃபைனான்ஸ்ல இருக்கு. நான் டிவில மட்டும்தான் பாத்துருக்கேன். நேர்ல பார்க்கணும்னு ரொம்ப ஆசையா இருக்குண்ணா. ஒரு பாஸ் வாங்கி கூட. பாஸா? 1500 ரூபீஸ் ஆகும், தெரியுமா? நீங்க ஒரு ஜேர்னலிஸ்ட் தானே, காம்ப்ளிமெண்டரி பாஸ் கிடைக்குமே. சின்ன பொண்ணு ஆசைப்படுறா, வாங்கி கொடுறா. சரி சரி. മൂർത്തി സാർ ഒരു സഹായം ചെയ്യണം. പത്മശ്രീ ഗായത്രി ദേവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഈ ആഴ്ച. 5 വർഷത്തിന് ശേഷം അവർ കേരളത്തിൽ വരികയാണ്. നമ്മുടെ വീക്കെൻഡ് മാഗസിന് വേണ്ടി ഒന്ന് കവർ ചെയ്യണം. ഒരു ഇന്റർവ്യൂ, നല്ലൊരു റൈറ്റപ്പ്. സോറി, അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഇന്നോളം ഞാൻ എഴുതിയിട്ടില്ല. നൃത്തം, പാട്ട്, ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല. അതുകൊണ്ടല്ലേ മൂർത്തി സാറിനെ ആശ്രയിക്കാന്ന് വെച്ചത്. സർ, വിരോധമില്ലെങ്കിൽ ഞാൻ പോവാം സർ. എന്തിന്? ഡാൻസ് കാണാനോ? അല്ല സർ, എനിക്ക് എന്റെ അമ്മ ഒരു ഡാൻസർ ആയിരുന്നു. അനിയത്തി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഭാഗവതരായിരുന്നു. ഇറ്റ്സ് ഇൻ മൈ ബ്ലഡ്. ആഹാ, എങ്കിൽ കുറെ കൂടെ സേഫായ എക്സ്പെരിമെന്റ് ഇയാളെ വിടുന്നതാണ് രാധാമണി. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. വാരാന്ത്യ പതിപ്പിലേക്ക് ലേഖനം തയ്യാറാക്കാനാണല്ലേ? എഡിറ്റർ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ ബയോഡേറ്റയിൽ കാണും. യു ക്യാൻ കളക്ട് ഇറ്റ് ഫ്രം മൈ മാനേജർ. പിന്നെ വേണ്ടത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ്. വി ക്യാൻ ടേക്ക് ഇറ്റ്. ക്ഷമിക്കണം മാഡം,
വെറും ഒരു മാമൂൽ ലേഖനത്തിന് വേണ്ടി അല്ല ഞാൻ വന്നത്. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണെങ്കിൽ ഐ എം സോറി, ഞാൻ നിശബ്ദയായിരിക്കും. അല്ല, ലോകമറിയുന്ന ഗായത്രി ദേവിയെ കുറിച്ച് തന്നെ. ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നിങ്ങളുടെ നൃത്ത കലാ പരീക്ഷണങ്ങളെക്കുറിച്ച്, നിഗമനങ്ങളെക്കുറിച്ച്. ഒരുപാട് ടെക്നിക്കലായ കാര്യങ്ങളാണ്. വിശദീകരിച്ചാൽ മനസ്സിലാക്കാനുള്ള പശ്ചാത്തല ജ്ഞാനം വേണം. ഉണ്ടെന്നാണ് വിശ്വാസം. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ തിരിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് വിചിത്രമായി തോന്നാം. നൃത്തകലയുടെ ബാലപാഠങ്ങളെക്കുറിച്ച് പോലും സാമാന്യ ജ്ഞാനമില്ലാത്തവരുടെ വങ്കൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊടുത്ത് മടുത്തു. വളരെ സിമ്പിളായൊരു ചോദ്യം. നൃത്തം, നൃത്യം, നാട്യം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരവും വളരെ സിമ്പിളാണ്. താളനിബദ്ധമായ അംഗചലനം നൃത്തം. നൃത്തവും പദവും ചേർന്ന അഭിനയം നൃത്യം. ഒരു പൂർണ്ണ കഥയുടെ ആവിഷ്കാരമാകുന്ന നൃത്യം നാട്യം. സമ്മതിച്ചിരിക്കുന്നു. ഇനി മിസ്റ്റർ അനന്ത് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും എനിക്കറിയാവുന്ന ഉത്തരം പറയാൻ സന്തോഷമേ. ഗുഡ്, റിയലി ഗുഡ്. നോക്കൂ രാധാമണി, ഞാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഗതികേട് കൊണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തന്നെയോ കയറി ഏറ്റിരുന്നെങ്കിൽ ശുദ്ധ അബദ്ധത്തിൽ കലാശിക്കുമായിരുന്ന ഒരു കാര്യം. അതിപ്പോ നമ്മുടെ കേരള ഭൂമിയിൽ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല പീസ് ഓഫ് റൈറ്റിംഗ് ആയി. ഗുരുവിന് പറ്റിയ ശിഷ്യൻ തന്നെ. ഹി ഹാസ് ഗോട്ട് ആൻ എക്സലന്റ് പ്ലെയർ. ഇന്നത്തെ അത്താഴം തനിക്ക് എന്റെ വക. അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ പാവത്തുകളെ കൂടി ഒന്ന് വിളിക്കണേ. തൊണ്ട നനച്ച നാളങ്ങ് മറന്നു. ഇറക്കിയോ? വെയിറ്റ് ചെയ്യണേ, പൊക്കളരുത്. ബെല്ലടിക്കരുത്. അല്ല, ബെല്ലടിച്ച് ആളിനെ ഭദ്രമായിട്ട് ഏൽപ്പിക്കണ്ടേ? തൈര് സ്വാമി, പണ്ടത്തരം പറയാം. സാറിനെ ഈ പരുവത്തിൽ എത്തിച്ചത് നമ്മളാണെന്ന് മോളെങ്ങാനും അറിഞ്ഞാൽ എന്റെ അന്തോണീസ് പുണ്യാള, നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇതിനൊക്കെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഉണ്ട്. വാച്ച്മി. അതെ, സാധനത്തിന് ഇങ്ങനെ ചാരി നിർത്തുക, എന്നിട്ട് ബെല്ലടിക്കുക. ലൈറ്റ് വീഴുമ്പോ നമ്മൾ ഓടുക. ഓക്കെ? ആ, ഓ, സാറ് തന്നെ ബെല്ലടിച്ചു. ഇത് യൂഷ്വൽ പ്രൊസീജിയർ അല്ല. പിന്നെ നീ ചെന്ന് വാതിൽ ഓർന്ന് ആരാന്ന് നോക്ക്. വീട് മാറിയിട്ട് 3-4 ദിവസം ആയുള്ളൂ. എന്നാലും നട്ടപ്പാതിരിക്ക് വരെ ആളുകൾ അന്വേഷിച്ചു വരും. അയ്യോ, ഇതാരാ? ഇതെന്താ? ഇതെന്ത് പോക്കിരിത്തമായി കാണിക്കുന്നത്? നട്ടപ്പാതിരിക്ക് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? മോളെ, ഇതാരാടേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് താമസിക്കുന്നിടത്ത് വന്നിരിക്കാൻ നീ ആരാടാ? ഇതെന്താ സാറേ? ഞാൻ ഭാസ്കരൻ, അടുത്ത വീട്ടിലെ. ഭാസ്കര, എന്റെ മോളൂടെ. അയ്യോ, സാറിന്റെ മോളല്ലത്. സാറ് 4 ദിവസം മുമ്പല്ലേ വീട് മാറിയത്. വീട് മാറിയ? സാർ ഇങ്ങനെ വന്നാട്ടെ, ഞാൻ കൊണ്ടാക്കാം. വീട് മാറി? ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ആളാ മൂർത്തി സാറ്. ആ, മൂർത്തി, കൃഷ്ണമൂർത്തി. സാരമാക്കണ്ട പൊതുവാൾ സാറേ. സാരമാക്കണ്ട. നട്ടപ്പാതിരിക്ക് വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങോട്ട് പോരെ, നിങ്ങൾ അകത്തേക്ക് പോ. മനുഷ്യന് സ്വൈരം തരില്ലാന്ന് വെച്ചാൽ அப்போ மீதி எல்லாம் சொன்ன மாதிரி. அப்புறம் ஒரு விஷயம், முறப்படி பேசினதை தவிர அம்மாவுடையும் தாத்தாவுடையும் காலத்துக்கு அப்புறம் இந்த வீடு வாசல் எல்லாம் உஷாவுக்கு தான். அப்போ உனக்கு? எனக்கு ஒரு வேலை இருக்கு. எனக்கு வேண்டியது நானே சம்பாதிக்கலாமே. இந்த மாதிரி ஒரு அண்ணன் கிடைக்க உஷா ரொம்ப கொடுத்து வச்சிருக்கணும். அப்பா இல்லாம வளர்ந்த பொண்ணாச்சே, அது என்னோட கடமையாக்கும். അനിയത്തെ എവിടേക്ക് അയക്കുന്നത്? ഞങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ട്, പുള്ളിയുടെ ബ്രദറിൻലോയാ. പാലക്കാട്ട് ഇൻസ്ട്രുമെന്റേഷൻ കമ്പനിയിലാണ് ജോലി. അയക്കുന്നതൊക്കെ കൊള്ളാം. കേരളത്തിലെ കമ്പനികൾ എന്നൊക്കെ ഓരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക. പ്രീമിയർ ടയേഴ്സ്, തോഷിബ, മധുര കോട്സ്, എക്സെട്രാ എക്സെട്രാ.
ഈ തരകന്റെ ഒരു നാക്ക് ശകനപ്പഴ അല്ലാണ്ട് പറയില്ല. ഒരു നല്ല കാര്യം പറയുമ്പോഴാ. മൂർത്തി സാർ എത്തിയില്ലല്ലോ. 2 ദിവസത്തേക്ക് ലീവാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. പനിയാണത്രേ. പനിയൊന്നും ആവൂല, ഹാങ് ഓവർ ആയിരിക്കും. ഭാഗ്യവാൻ. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനൊത്ത് വിമാനം വഹിക്കാനാവില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി മൂർത്തി കമ്മിറ്റി. സാറില്ലേ? ഏത് മൂർത്തി? കൃഷ്ണമൂർത്തി. ഓ ഉവ്വല്ലോ, ഉണ്ടല്ലോ. മൂർത്തി സാറിന്റെ ആരാ? അസിസ്റ്റന്റാ. അല്ല, ഈ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ നല്ല അടുപ്പം കാണുമല്ലോ സാറുമായിട്ട്. എന്താ? ഒന്നുമില്ല. 2 ദിവസം മുമ്പ് പുള്ളിക്കാരൻ ഇത്തിരി ഫിറ്റായിട്ട് വന്നപ്പോ നമ്മളാണോ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അതെ. അയ്യോ, ഞാൻ കുടിക്കില്ല. പക്ഷെ അന്ന് ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? അതെ, എനിക്കറിയാം സാറിന്. അന്ന് പത്ര ഓഫീസില് ചരമവാർത്ത മാറിക്കൊടുത്തിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഉണ്ടായിരുന്നു അല്ലേ നീ? നീയൊക്കെ മനപ്പുറം കൽപ്പിച്ചു കൂട്ടി നടക്കാനല്ലേ? എന്താ എന്താ ഉണ്ടായേ? വെണ്ണം പൊടിയത്ത്. എന്താ സാറേ പ്രശ്നം? ഞാൻ ചത്തു എന്നും പറഞ്ഞ് ന്യൂസ് കൊടുത്ത് ഒരിക്കൽ എന്റെ മാനം കെടുത്തി. അതും പോരാഞ്ഞിട്ട് പാതിരാത്രിക്ക് കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരു തെണ്ടി വീട്ടിൽ കൊണ്ടിറക്കി എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിക്കും. അല്ല, ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ വിസ്തരിക്കാനൊന്നും. കാര്യം പറയട്ടെ. മൂർത്തി സാർ ഇവിടെ അല്ല താമസം. അന്ന് കൊണ്ട് വിട്ടിട്ട് പോയതേ വല്ലവരും താമസിക്കുന്ന വീട്ടിലാ. അപ്പൊ മൂർത്തി സാർ എവിടെയാ താമസം? ഇവിടുന്ന് 2 ലൈൻ അപ്പുറത്താ. അയ്യോ, അന്നപ്പ ചെയ്തത് മഹാമോശമായി പോയല്ലോ. സോറി കേട്ടോ. സോറി നിന്നെ ഞാൻ കുമാരിയൊക്കെ. വീട് മാറിയ കാര്യം ഞാനേ മറന്നു. പിന്നെ വേണ്ടേ നിങ്ങളോട് പറയാൻ? കാര്യം മനസ്സിലാവാണ്ടേ ഓർക്കാപ്പുറത്തുള്ള ഒരു അടിയായതുകൊണ്ട് കയ്യും കെട്ടി നിന്നു കൊടുക്കേണ്ടി വന്നു. അനന്തു, ഇതെന്റെ മോള് മീനു. ഇത് അനന്തു. ഹലോ. ഹലോ. എന്റെ ശിഷ്യനാണ്. അനന്തും തരകനും കൂടെ ചേർന്നാണ് അന്ന് എന്നെ ആ പഴയ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയത്. ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്നെ? മനുഷ്യത്വം ഉണ്ടോ മിസ്റ്റർ നിങ്ങൾക്ക്? ശിഷ്യന്മാരും കൂട്ടുകാരെന്നും പറഞ്ഞ കുറെ പേരുണ്ട്, കണ്ണിച്ചോരയില്ലാത്തവര്. അച്ഛന്റെ ചെലവി കള്ളും കുടിച്ച് ബോധം കെടുമ്പോ വല്ലയിടത്തും കൊണ്ടേ തള്ളിയിട്ട് നാട്ടുകാർ മോളെ, അനന്തു നീ കരുതുന്ന കൂട്ടത്തിലല്ല. ഇയാൾ മദ്യപിക്കൂല. പച്ചക്കറി, ശുദ്ധപാട്ട്, നമ്മ ആള്. അനന്തു, മീനുവിന് ഡാൻസിൽ കുറച്ച് ഭ്രമമുണ്ട്. കോളേജിൽ നിന്ന് ഇടയ്ക്ക് അല്ലറ ചില്ലറ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിക്കണമെന്നുണ്ട്. പറ്റിയ ടീച്ചർമാരെ കിട്ടണ്ടേ? എന്റെ അമ്മ അസലായിട്ട് പഠിപ്പിക്കും. വീട്ടിൽ ക്ലാസ് നടത്തുന്നുണ്ട്. അങ്ങോട്ട് വിട്ടാ മതി. കണ്ടോ കണ്ടോ മുഖത്തെ പ്രകാശം. ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തു, ജസ്റ്റ് എ മിനിറ്റ്. അനന്തു, ഫോൺ ബോംബെയിൽ നിന്ന്. ഹലോ, അനന്തു ഹിയർ. ഞാൻ ഗായത്രിയാണ്, ബോംബെന്ന്. മനസ്സിലായില്ലേ? ഗായത്രി ദേവി. ഹലോ മാഡം. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ടൂർ കഴിഞ്ഞ് ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴേ അനന്തുവിന്റെ ആർട്ടിക്കൽ കാണാൻ പറ്റുള്ളൂ. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്തു. ഐ വോണ്ട് ടു താങ്ക് യു ഫോർ ദ വോം പീസ് ഓഫ് റൈറ്റിംഗ്. എന്നെക്കുറിച്ച് എഴുതിയ സോഫ ഏറ്റവും നല്ല റൈറ്റപ്പ്, ഐ ഷുഡ് സേ. ഇതെനിക്ക് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. താങ്ക്സ് അ ലോട്ട്. അടുത്ത തവണ കൊച്ചിയിൽ വരുമ്പോ ഞാൻ അനന്തുവിന്റെ വീട്ടിൽ വരും, തീർച്ച. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ സിസ്റ്റർ. ഓക്കെ, ബൈ. ബൈ. ബോംബെന്ന് ഗായത്രി ദേവിയാണ്. ടീച്ചർ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അത് ഇയാളുടെ മുഖത്തെ പ്രകാശം കണ്ടാൽ അറിയാം. എങ്കിൽ പിന്നെ അവരോട് ആ കോംപ്ലിമെന്റ്സ് ഒന്ന് എഴുതരാൻ പറയായിരുന്നു. പ്രതികരണത്തിൽ ഒരു സ്പെഷ്യൽ ബോക്സ് ആയിട്ട് കൊടുക്കായിരുന്നു. അതിപ്പോ ഒരാളെ കുറിച്ച് പുകഴ്ത്തി സുഖിപ്പിച്ചങ്ങോട്ട് എഴുതിയാല് ഇഷ്ടപ്പെടുകയല്ലാണ്ട് നീരസം തോന്നും. ഇതായപ്പോ ഇവിടെ വലിയ കാര്യം. അനന്തു, ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ വിചിത്രമായ ഒരു രജിസ്ട്രേഷൻ നടന്നു. നീ ഒരു പത്രക്കാരനാണല്ലോ, ചിലപ്പോ നിനക്ക് വല്ല പ്രയോജനം കാണും. എന്താ വിശേഷിച്ച്? 20 ആധാരം ഒറ്റയടിക്ക് രജിസ്റ്റർ ചെയ്തു. തുടർച്ചയായി സർവേ നമ്പറിൽ കിടക്കുന്ന 60 ഏക്കർ സ്ഥലം. 20 പേർ ചേർന്ന് ഒരുമിച്ച് വാങ്ങുന്നതായിരിക്കും. വാങ്ങുന്നത് 20 പേരിൽ തന്നെ, പക്ഷെ പേരിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. വിലാസം 20 പേരുടെയും ഒന്ന് തന്നെയാണ്. അതല്ലേ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ കാരണം. എവിടെയാ പ്രോപ്പർട്ടി? വാട്ടർ ഫ്രണ്ടില്. വാട്ടർ ഫ്രണ്ടിലോ? നീ പറഞ്ഞു വരുന്നത് ബിനാമി പേരില് ഒരാള് തന്നെ ഈ മൊത്തം പ്രോപ്പർട്ടിയും വാങ്ങിയെന്നാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. ബോംബെയിലുള്ള ചെമ്പൂരിലാണ് ഈ 20 ബയേഴ്സിന്റെയും വിലാസം. 20 ആധാരവും നടത്തിയത് ഒരൊറ്റ ആളാ. പേരാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വാങ്ങുന്ന പാർട്ടി നേരിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, 20 പേയ്മെന്റ്സും ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ട് ആധാരത്തിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ പല ഭാഗത്തായി തീരപ്രദേശത്ത് ഒരുപാട് സ്ഥലം ഏതോ വൻ പാർട്ടി ആരുടെയൊക്കെയോ പേരിൽ വാങ്ങിക്കൂട്ടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഉറപ്പിച്ചോ, ഇത് അതിലൊന്ന് തന്നെ.
സോമ, നീ എനിക്ക് ഇത് സംബന്ധമായ മാക്സിമം ഡീറ്റെയിൽ സംഘടിപ്പിച്ചു തരണം. ഐ എം ബിഗിനിങ് ടു സ്മെൽ സംതിങ് ഫിഷി. ഡ്രാഫ്റ്റ് എല്ലാത്തിന്റെയും നമ്പർ സീരിയൽ ഓർഡറിലാണ്. 3362 മുതൽ 63 64 65 33 83 വരെ. ഇടയ്ക്ക് ഒരെണ്ണം വിട്ടിട്ടുണ്ട്, 3375. മുഴുവൻ ഡ്രാഫ്റ്റ്സും വാങ്ങിയിരിക്കുന്നത് ചെമ്പൂരിലുള്ള കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്നാണ്. നമ്മുടെ ബാച്ചിൽ പഠിച്ചിരുന്ന മോഹനേന്ദ്രൻ കാത്തലിക് സിറിയൻ ബാങ്കിൽ അക്കൗണ്ടന്റാ. ബാക്കി ഡീറ്റെയിൽസ് അവൻ വഴി അവിടുന്ന് സംഘടിപ്പിക്കാം. പെയിൻ സ്ലിപ്സ് ഞാൻ എടുത്തു നോക്കി. 21 ഡ്രാഫ്റ്റും വാങ്ങിയത് ഒരേ കൈയക്ഷരത്തിൽ സ്ലിപ്പ് എഴുതിയിട്ടാണ്. പേര് മാത്രമേ ഉള്ളൂ ബയ്യറുടെ വെവ്വേറെ, അഡ്രസ്സും ഒപ്പം ഒന്ന് തന്നെ. വാട്ട് അബൌട്ട് ഡ്രാഫ്റ്റ് നമ്പർ 3375? ഇതേ ബഞ്ചിൽ തന്നെ പെടുത്തിയാണ് അതും വാങ്ങിയിട്ടുള്ളത്. ദാദർ ട്രസ്റ്റിന് വേണ്ടി ഹോം മിനിസ്റ്റർ വലപ്പാട് ബാലകൃഷ്ണന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പേരിൽ 25 ലക്ഷം രൂപയ്ക്ക്. 25 lakhs? അതെ, പാർട്ടി ഫണ്ടിലേക്കുള്ള ഡൊണേഷൻ ആയിരിക്കും. വല്ലതും ഒപ്പിച്ചു കൊടുത്തതിന്റെ വകയ്ക്ക്. അയാൾ ആരാ വേന്ദ്രൻ? ആ പെയിൻ സ്ലിപ്സിന്റെ എല്ലാം ഓരോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അയച്ചു തരണം. അത് ഞാൻ മാനേജ് ചെയ്യാം. താങ്ക് യു. താൻ നല്ലവണ്ണം ഹോംവർക്ക് ചെയ്തു. അതിന്റെ ഗുണം എഴുതിയതിലുണ്ട്. മന്ത്രി ബാലകൃഷ്ണന്റെ ഭാര്യാ സഹോദരൻ ഹരിദാസ് പ്രധാന പങ്ക് കൈയാളുന്ന ട്രസ്റ്റിലെ സഹകാരികൾ ഏതായാലും അസല്. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള 2 വിദേശികൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ തത്തിക്കളിക്കുന്ന മറ്റൊരു യോഗ്യൻ. കൊള്ളാം, ബാലന് പറ്റിയ അളിയൻ തന്നെ. 5-ാമൻ റാംജി, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ബിസിനസ് മാഗ്നറ്റ്, ബോംബെ. അയാൾ മാത്രം ഒരു തരത്തിലും പിടിതരുന്നില്ല സാർ. പല വഴിക്കും തപ്പി നോക്കി, ഒരു ഡീറ്റെയിൽസും എവിടെയും കിട്ടാനില്ല. ഒരു മിസ്റ്ററി ക്യാരക്ടർ പോലെ. Maybe he is the invisible force behind. അദൃശ്യനായ കേന്ദ്രശക്തി. സാരമാക്കണ്ട. ബാക്കിയുള്ളവർ എക്സ്പോസ്ഡ് ആവുമ്പോ അതുണ്ടാക്കുന്ന കോളിളക്കങ്ങൾ അയാളെ താനെ വെളിച്ചത്ത് കൊണ്ടുവരും. Let us hope so. കേരളത്തിന്റെ 4 വ്യത്യസ്ത ഭാഗങ്ങളിലായി നടന്ന ഏതാണ്ട് സമാനമായ വസ്തുവിടപാടുകളിലെല്ലാം ബാലന്റെ പാർട്ടി ഇതേ ദാദർ ട്രസ്റ്റിൽ നിന്ന് സംഭാവന വാങ്ങിയതായി ലിങ്കപ്പ് ചെയ്യാൻ കഴിഞ്ഞതാണ് അനന്തുവിന്റെ സ്കൂപ്പിലെ ഹൈറ്റ്. നമ്മൾ ഈ മാറ്റർ ശരിയാക്കുന്ന തിരക്കില് നേരം സന്ധ്യയായത് അറിഞ്ഞില്ല, അല്ലേ അനന്തു? അമ്പലത്തിൽ പോകുന്ന സമയത്ത് കാപ്പി കാപ്പി എന്ന് പറഞ്ഞ എന്ത് ബഹളമായിരുന്നു. എന്നിട്ട് കഷ്ടപ്പെട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന തണുപ്പ് ചാറ്റിക്കൊണ്ട് കളയാനല്ല. സോറി. വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പൊ തണുത്ത് പാട കിട്ടിയ കാപ്പി കുടിച്ച് ആരും ത്യാഗം ചെയ്യണ്ട. സാരല്ല, ഞാൻ വേറെ ചൂട് കാപ്പി കൊണ്ടുവരാം. 1 minute. ദുരുപദിഷ്ടവും അബദ്ധജടിലവും അവാസ്തവികവും രാഷ്ട്രീയ പ്രേരിതവുമാണ് ഈ ആരോപണം. ഞാനത് ശക്തിയായിട്ട് നിഷേധിക്കുന്നു. ഈ വിവാദത്തെ ചൊല്ലി സഭയിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. ഒരു പത്രമാകുമ്പോൾ മാനേജ്മെന്റിന് പല സ്റ്റാൻഡും കാണും. അതൊന്നും അന്വേഷിക്കാതെ എഡിറ്റർ സ്ഥലത്തില്ലാത്തപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു മാറ്റർ എടുത്ത് കൊടുത്തത് എന്തിനാ? അദ്ദേഹം വന്നിട്ട് കാണിച്ച് അനുവാദം ചോദിച്ചിട്ട് പോരായിരുന്നോ? സോറി മാഡം, മൂർത്തി സാർ ഓക്കെ ചെയ്ത മാറ്റർ ആയതുകൊണ്ട് കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് എന്നെ എന്ന് വിളിച്ച് ചോദിച്ചൂടായിരുന്നോ? തമ്പുരാട്ടി, പത്രം തറവാട്ട് വക സ്വത്തായിരിക്കും. പക്ഷെ ആ പേരിലുള്ള ഭരണം മേനോൻ വീട്ടിലുള്ളപ്പോ അങ്ങോട്ടെടുത്താ മതി. ഇവിടെ വിളമ്പണ്ട. കൃഷ്ണമൂർത്തി കേരള ഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണെങ്കിൽ ഞാൻ ഓക്കെ ചെയ്യുന്ന മാറ്റർ അത് എത്ര കോൺട്രവേഴ്സിയൽ ആയാലും പത്രത്തിൽ വന്നിരിക്കും. ഞാൻ അവരെ പറഞ്ഞ് സോപ്പിട്ട് സമാധാനിപ്പിച്ചോളാമായിരുന്നു. സോപ്പിടൽ കൂടുതലാവുമ്പോഴാണ് നിലവിട്ട് ഭരിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. നിങ്ങൾ എന്താ ഈ സ്കൂപ്പിൽ അനന്തുവിന്റെ പേര് കൊടുക്കാഞ്ഞത്? ട്രെയിനി ആയതുകൊണ്ട്, പിന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മാറ്റർ അല്ലേ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് കൊടുക്കാൻ ഭേദമെന്ന് തോന്നി. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഞാനാണ്. പക്ഷെ ഞാനല്ല ഈ സ്കൂപ്പ് കണ്ടെത്തിയത്. ഇതിനു വേണ്ടി രാപകൽ ഓടി അലഞ്ഞ് ഡാറ്റയും മെറ്റീരിയലും കളക്ട് ചെയ്തത് ഇയാളാണ്. അതിന്റെ ക്രെഡിറ്റ് ഇയാൾക്ക് കൊടുക്കുകയും വേണം. അർഹിക്കുന്ന ക്രെഡിറ്റ് കിട്ടാതെ പോകുമ്പോ, അതും ബഡിംഗ് സ്റ്റേജിലുള്ള ഒരു ജേർണലിസ്റ്റിന്, അതായത് എത്രയാ തളർത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല? ആ നൊമ്പരം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അത് സാരമില്ല സാർ, നമ്മുടെ സ്റ്റോറി ശ്രദ്ധിക്കപ്പെട്ടുവല്ലോ. സോറി സാർ. സോറി അനന്തു. അനന്തുവിന്റെ വീടല്ലേ ഇത്? അതെ. ആരാ? സാറോ? വരൂ താത്ത, ഞാൻ സൊല്ലിയ എന്നോட സീനിയർ ഗുരു. ഓ,
கிருஷ்ணமூர்த்தி சாரோ அனந்த் உங்களை பத்தி நிறைய சொல்லியிருக்கான். அது சாரோட பொண்ணு மீனு. ஆஹா. உள்ள வாங்கோ. വരൂ. கிருஷ்ணமூர்த்தி சார் அனந்தோட குரு. இது சாரோடைய பொண்ணாக்கும் மீனு. மீனுவுக்கு டான்ஸ் படிக்கணும்னு ரொம்ப நாளா ஆசை. நான் சொல்லலையே? ரொம்ப நாளா வருவான்னு சொல்லிட்டு இருந்தா. வாங்க சார் உட்காரலாம். கஸ்தூரி காஃபி. சரி வாமா உள்ள வா. அம்மா, எனக்கு நினைவு தெரிஞ்ச நாள்ல இருந்து நீயும் டான்ஸ் கத்து கொடுக்கற. 2-3 வருஷமா நானும். ஒரு நாளைக்காவது அண்ணன் ஒரு பொண்ணையாவது இங்க டான்ஸ் கிளாஸ் கூட்டிட்டு வந்திருக்காரா? இல்ல. அதுக்கு என்ன இப்போ? அதுக்கு என்னவா? இன்னைக்கு அதிசயமா ஒரு பொண்ணு கொண்டு வந்திருக்காரு. அதுவும் அவரோட சீனரோட பொண்ண. நீ என்ன சொல்ற? அண்ணா, நீ செஞ்ச தப்புன்னு இல்ல, கரெக்டா தான் பண்ணிருக்க. எனக்கு கல்யாணத்துக்கு நாள் குறிச்சாச்சு. அம்மானால தனியா கிளாஸ் நடத்த முடியாது. உதவிக்கு ஆள் தேவை. கரெக்டான ஆளை தேடி பிடிச்சது. பாத்தியா? பேசாம ரெடி. அண்ணா, உன் செலக்ஷன் டாப். எனக்கு ரொம்ப பிடிச்சிருக்கு. நமஸ்காரம் பண்ணிக்கோ. உஷா, நீ கிளாஸ் எடு, நான் இதோ வரேன். என்னடா பாக்க? இல்லம்மா, நான் பேனா எங்க வச்சு மறந்து எங்க போச்சு? பேனா மெத்தைக்கு கீழே. அல்ல, நான் அங்க. அனந்து, எங்கடா பார்த்து நடக்கிற? இல்ல தாத்தா, ஒண்ணும் ஆகல. புரிஞ்சது. நீ ஆபீஸ் கிளம்பு. சரிடா, நீ கிளம்பு. ഹലോ, കേരള ഭൂമി ന്യൂസ് റൂം. ആർക്ക്? മൂർത്തി സാറിനോ? എങ്ങനെ? എപ്പോൾ? ശരി. മൂർത്തി സാറിന് ആക്സിഡന്റ് ആയിരുന്നു. ജോസ് ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ടെമ്പോ വാൻ വന്നിടിച്ചാണത്രേ. ഇത്ര രാവിലെ ആവുമ്പോ അതാകാൻ വഴിയില്ല. ചിലപ്പോ ടെമ്പോ ഡ്രൈവർ അടിച്ച് ഫിറ്റായാലും മതിയല്ലോ. ചിലക്കേണ്ട തിരുനാവ് നടക്കി വെക്കി കുറച്ചു നേരം. ടെമ്പോക്കാരൻ നിർത്താതെ ഓടിച്ചു പോയിന്ന്. എന്നിട്ട് സാറിന് കൈക്കും കാലിലും നെറ്റിയിലും നല്ല മുറിവുണ്ട്. പക്ഷെ പേടിക്കാനില്ലത്രേ. ഒടിവ് വല്ലതുണ്ടോ? എന്നാലും നല്ല കിണ്ണൻ ഇടിയായിരുന്നിരിക്കും. മൂക്കറ്റൻ കുടിച്ച് പിമ്പിരിയായി ഫുൾ ടാങ്കില് MG റോഡല്ല, ബോംബെയിലെ നരിമാൻ പോയിന്റും ഡൽഹിയിലെ കൊണാട്ട് സർക്കസും കൽക്കട്ടയിലെ എസ്പ്ലനേഡും 100 വട്ടം പുല്ലുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടെമ്പോവൻ പോയിട്ട് ഒരു സൈക്കിൾ പോലും എന്റെ മേൽ മുട്ടിയിട്ടില്ല. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി. അതെ, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് കരുതി സമാധാനിക്കും മൂർത്തി സാറേ. എവിടെ നമ്മുടെ തരകനെ കണ്ടില്ലല്ലോ? വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് പോരെയായിരുന്നു. ഡെസ്കിൽ ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഡെസ്കിൽ തരകൻ മാത്രമായാല് നാളത്തെ പത്രം മുഴുവൻ ചരമവാർത്തകളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും തിരിച്ചല്ലേ? അധികം സ്ട്രെയിൻ ചെയ്യണ്ട. നെറ്റിയിലെ മുറിവ് ഡീപ്പാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അനന്തു പ്രസ് ക്ലബിലേക്കല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കോളേജിലെ അറ്റൻഡർ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇവളൊരു കഴുത. അങ്ങനെ സ്ഥലം കാലിയാക്കാൻ മൂർത്തി ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ എത്തിക്കേണ്ടവന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അച്ഛനെല്ലാം തമാശയാണ്. മീനു വിഷമിക്കണ്ട. ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിരുന്നു. പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. മീനു ഇവിടെ ഒറ്റയ്ക്കല്ലേ? പകല് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് ഉഷ ഇങ്ങോട്ട് അയക്കാം. നോ, ഇവിടെ മീനു തന്നെ അധികമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. താങ്ക്സ്.
എക്സ്ക്യൂസ് മീ. ഹലോ മാഡം, എപ്പോ വന്നു? ഓ, നിങ്ങളോ? ഞാൻ പെട്ടെന്നൊരു പേഴ്സണൽ വിസിറ്റിന് വന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക്. എത്ര ദിവസം ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല. മേ ബി 1 day. ഞാൻ ബന്ധപ്പെടാം മിസ്റ്റർ അനന്തുവിനെ. അല്ല, ഞാനൊന്ന് കാണാനായിട്ട് അങ്ങോട്ട്. അനന്തു, ഹൈക്കമ്മീഷൻ വന്നു, മീറ്റിംഗ് തുടങ്ങാറായി. I stand here before you, assigned with the pleasant and privileged responsibility of welcoming Dr. Rafael D. Saraf, the Australian High Commissioner to India, and respected Mrs. Helena Saraf. Dr. Saraf has had a meritorious and illustrious career and has made immense contributions in developing and increasing diplomatic and cultural ties with many other countries in the world. It is indeed in the fittest of things that Australia has selected Dr. Rafael Saraf as the High Commissioner to India because... ഹലോ, ഐ എം ഗായത്രി. യെസ് മാഡം. എനിക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം. ഞാനിവിടെ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണറുടെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നതാ. അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ? നോ, പോരാ. ഐ മസ്റ്റ് മീറ്റ് യു അർജന്റ്ലി. പ്ലീസ്, എനിക്ക് വല്ലാത്ത തിടുക്കമുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഹൈ കമ്മീഷണറുടെ പ്രസംഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് എടുക്കില്ല? 10 മിനിറ്റ്? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വിട്ട് കിട്ടാൻ എടുക്കും അത്രയും നേരം. പിന്നെ ആശംസക്കാർ 4 പേര് വേറെ. 1.25 മണിക്കൂർ കഴിഞ്ഞ് സാഹിബിന് നാം വെക്കാൻ ചാൻസ് കിട്ടും. ഞാൻ ഉടനെ വരാം. ശരി. യെസ്. വരൂ, ഇരിക്കൂ. ഈശ്വരനാണ് ഇന്ന് അനന്തുവിനെ എന്റെ മുമ്പിൽ എത്തിച്ചത്. എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ വെമ്പുന്ന മനസ്സുമായി ഓടി വന്ന ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ കുറിച്ച് എഴുതണം. ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഗായത്രിയെ കുറിച്ച്. മാഡം, എനിക്കൊരാളുടെ കപടമുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാനുണ്ട്. മറ്റാരുടേതുമല്ല, എന്റെ തന്നെ. പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി. നോ, മിസ്സിസ് ഗായത്രി സുദേവൻ. ലോകം എന്നെ അംഗീകരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വിവാഹിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി കഴിഞ്ഞിരുന്നു. സമ്പന്നമായൊരു കോവിലകത്താണ് ഞാൻ ജനിച്ചത്. ഇഷ്ടപ്പെട്ട അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ കോവിലകത്തിന്റെ വാതിലുകൾ എന്റെ നേർക്ക് കൊട്ടിയടച്ചു. വെറുമൊരു ഫാക്ടറി തൊഴിലാളിയാകേണ്ടി വന്ന ഭർത്താവ് രോഗിയായി തളർന്നു വീണപ്പോ അദ്ദേഹത്തിനും 3 വയസ്സുള്ള കുഞ്ഞിനും വേണ്ടി പണ്ടണിഞ്ഞിരുന്ന കാൽച്ചിലങ്കകൾ വീണ്ടും എടുത്തണിഞ്ഞു. നൃത്തപരിപാടികളിൽ നിന്നുള്ള വരുമാനം മാത്രമായി ആശ്രയം. അതിനിടയിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരുകയായിരുന്നു. അദ്ദേഹത്തിന് ചിലവേറിയ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു. പണം സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു സ്വകാര്യ നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണേണ്ടി വന്നത് ആ മൃതശരീരമായിരുന്നു. സ്വാഭാവിക മരണമല്ല, ആത്മഹത്യ. എന്നെ തോൽപ്പിക്കാൻ. പക്ഷെ ഗായത്രി തോറ്റില്ല. എന്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണമായിരുന്നു. എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. നൃത്തകലയെ സ്നേഹിക്കുന്ന ഒരു കോടീശ്വരൻ. അയാൾ എന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി ദേവിയാക്കി. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില. ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അയാൾ എന്നെ പല ഉന്നതന്മാർക്കും കാഴ്ചവെച്ചു. അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി 10 മുഖങ്ങളും 10,000 കൈകളുമുള്ള ആ മനുഷ്യന്റെ ഞാൻ അറിയുന്ന പേര് റാംജി എന്നായിരുന്നു.
റാംജി? അതെ അനന്തു, എന്റെ ജീവിതം തുറന്നു കാട്ടുന്നതിലൂടെ എനിക്ക് ആ മനുഷ്യന്റെ മുഖം മൂടിയാണ് പിച്ചി ചീന്തേണ്ടത്. പറയൂ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവുമോ? ഇറ്റ് ഡിപ്പെൻസ്. റാംജി അയാൾ ആരും ആകട്ടെ, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ക്യാരക്ടർ അസാസിനേഷന് നിങ്ങൾ എന്നെ ഒരു ഉപകരണമാക്കുകയല്ലെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും? സ്റ്റോപ്പ് ഇറ്റ്. ഉപകരണമാക്കുകയോ? ഒരായുസ് മുഴുവൻ അയാളുടെ കയ്യിൽ ഒരു ഉപകരണമായി എല്ലാം ഹോമിച്ചവളാണ് ഞാൻ. ഐ ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. സോറി, ഞാനൊരല്പം ക്ഷോഭിച്ചു പോയി. ശരിയാണ്, അനന്ത് ചോദിച്ച ചോദ്യം ന്യായമാണ്. ഐ ഓവ് യു ആൻ ആൻസർ. അത് പറയാൻ എനിക്കൊരല്പം മനക്കരുത്ത് വേണം. ഡു യു ടേക്ക് ഡ്രിങ്ക്സ്? ഇല്ല. ബട്ട് ഐ നീഡ് വൺ വിത്ത് യുവർ പെർമിഷൻ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവി മദ്യപിക്കുമായിരുന്നില്ല, ഇല്ലേ? എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഒന്നു മാത്രമേ ആശിച്ചുള്ളൂ, എന്റെ കറുത്ത കഥകളൊന്നും അറിയാതെ ഇന്ദുമോൾ വളരണേന്ന്. ദൂരെ ഒരു കോൺവെന്റ് സ്കൂളിൽ ഞാൻ അവളെ ബോർഡിങ്ങിലാക്കി. എന്റെ മോള് മിടുക്കിയായിരുന്നു. 2 ആഴ്ച മുൻപ് എനിക്കൊരു ടെലിഗ്രാം കിട്ടി. കൂട്ടുകാരികളോടൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ എന്റെ ഇന്ദുമോൾ മുങ്ങി മരിച്ചു. ആശിക്കാൻ മാത്രമായിരുന്നു വിധി. ഞാൻ എന്നെ തന്നെ ശപിച്ചു. ബോംബെയിൽ തിരിച്ചെത്തിയതിൽ പിന്നെയാണ് എനിക്ക് കത്ത് കിട്ടിയത്. എന്റെ ഇന്ദുമോൾ മരിക്കുന്നതിന് മുൻപ് അവസാനമായി എനിക്ക് എഴുതിയ കത്ത്. എന്നെ നശിപ്പിച്ച, എന്റെ ജീവിതം ചവിട്ടി മെതിച്ച ആ മനുഷ്യൻ തന്നെ അവളെയും എന്റെ ഇന്ദുമോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇനി പറയൂ, അയാളോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ? മാഡം പറയുന്നത് ചിലപ്പോ ക്രൂരമായിരിക്കാം, എങ്കിലും സമൂഹത്തിൽ സർവ്വസാധാരണമായ ഒരു ദുരന്ത കഥ എന്നതിനപ്പുറം ഒരു പത്രപ്രവർത്തകന്റെ താല്പര്യമുണർത്താൻ പോകുന്ന സാമൂഹ്യ പ്രസക്തി ഇതിലെന്താണുള്ളത്? റാംജി പിന്നീട് പലതുമായി. ആ വളർച്ചയിൽ ഞാൻ അയാൾക്ക് വിലപിടിപ്പുള്ള ഉപകരണമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഉറക്കറ പങ്കിട്ട് അയാളുടെ ഇംഗിതത്തിന് എന്തും അടിയറ വയ്ക്കാൻ തയ്യാറായവരെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. മന്ത്രിമാർ, എംപിമാർ, MLA മാർ, IAS ഓഫീസേഴ്സ്. അയാളുടെ താളത്തിന് തുള്ളി ആ കോമരങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വായനക്കാരി ഞെട്ടും. Now tell me, ഇത് മതിയോ നിങ്ങളെ ജേർണലിസ്റ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ? മൈ ഗോഡ്. മദ്യത്തിന്റെ ലഹരിയിൽ അവരറിയാതെ ഈ നിമിഷങ്ങളെ ഫോട്ടോയിൽ പകർത്തിയത് റാംജിയുടെ ദീർഘവീക്ഷണത്തിന്റെ മിടുക്ക്. അവയുടെ കോപ്പി കൈവശം സൂക്ഷിച്ചത് എന്റെയും. കീപ് ദം വിത്ത് യു. എന്റെ കൈവശം ഇവയൊന്നും ഇനി സുരക്ഷിതമല്ല. ഐ നീഡ് യുവർ ഹെൽപ്പ് അനന്തു. എനിക്കൊരു 1/2 മണിക്കൂർ സമയം തരണം. താഴത്തെ ആ ഫംഗ്ഷൻ ഒന്ന് കവർ ചെയ്തു എന്ന് വരുത്തി ഞാൻ തിരിച്ചു വരാം. എനിക്കിനി ഒരുപാട് പറയാനുണ്ട്. എല്ലാം എനിക്ക് വിശദമായി കുറിച്ചെടുക്കണം. ധൈര്യമായിരിക്കൂ. ഈ പൊയ്മുഖങ്ങളെ വലിച്ചു ചീന്താൻ ഞാനും ഉണ്ട് കൂടെ. ഉടനെ വരാം ഞാൻ, അറ്റ് ദി ഏർലിയസ്റ്റ്. അനന്തു,
കം ബാക്ക് ആസ് സൂൺ ആസ് യു ക്യാൻ. അതുവരെ രണ്ടു പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിന് വേണ്ടി. രാംജിയുടെ രീതികൾ എനിക്കറിയാം. ഈ ചുമരുകൾക്ക് പോലും കാതുകൾ ഉണ്ടാവും. ഒന്നും അയാൾക്ക് അസാധ്യമല്ല. One good example is marine trade. I am overwhelmed by the response we have had in this country, and I assure you that I will endeavor my best to promote closer economic and cultural ties between our countries. I once again thank you for this opportunity and wish you all success. Thank you. ഞാൻ അപ്പോഴേക്കും എത്താം. മിസ് ഗായത്രി ദേവി. മാഡം ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തെന്നോ? യെസ്, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. മിസ് ഗായത്രി ദേവി. ഷീ ഹാസ് ജസ്റ്റ് നോ ചെക്ക് ഔട്ട്. എവിടേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞോ? ഷീ ഹാസ് ടു ലീവ് അർജന്റ്ലി. യുവർ ഗുഡ് നെയിം സർ? ഐ എം അനന്തു. ഓ, ഷീ ഹാസ് ലെഫ്റ്റ് എ മെസ്സേജ് ഫോർ യു. രണ്ടു പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിന് വേണ്ടി. ഒന്ന് വെയിറ്റ് ചെയ്യണം. ശരിക്കും മഴ വരേണ്ട സമയത്ത് നോക്കിക്കോ, ഒരു തുള്ളി പെയ്യേയില്ല. മനുഷ്യരുടെ മാത്രമല്ല മാധവേട്ട, പ്രകൃതിയുടെ നിറവ് തെറ്റി. ഇതാ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറുടെ ഫംഗ്ഷന്റെ റിപ്പോർട്ടാ. കൂട്ടത്തിലൊരു ഫോട്ടോയും കൂടെ കൊടുത്തേക്കണേ, ഇല്ലെങ്കിൽ ആ ചേംബറുകാർ കിടന്ന് നിലവിളിക്കും. അല്ല, മാധവേട്ടൻ എന്താ പതിവില്ലാതെ നൈറ്റ് ഷിഫ്റ്റില്? ഇന്നൊരു ദിവസത്തേക്ക് ചോദിച്ചു വാങ്ങിയതാടോ. രാത്രി മേലിൽ കണ്ണൂർ പോകണം. അത്ലറ്റിക് മീറ്റ് കവർ ചെയ്യാനുള്ളതല്ലേ. ഇവിടെ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ട്രെയിൻ്റെയും കറക്റ്റ് ആയിരിക്കും. കായികോത്സവത്തിന് പറ്റിയ കാലാവസ്ഥ തന്നെ. ചെല്ല് ചെല്ല്. അനന്തുവിന്റെ മുഖം എന്താ വല്ലാതെ? ഏയ് ഒന്നുമില്ല, പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. വരട്ടെ. ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ. എന്താ ഒരു ആക്സിഡന്റ് പറ്റി, അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പ്ലീസ്, അയാളൊന്ന് ഹോസ്പിറ്റലാക്കണം. സാറേ സാറേ ഒന്ന് ഇറങ്ങി എന്നിട്ട് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഒരു ജീവനല്ലേ. നിങ്ങളാരും അയ്യോ, ആ ഫോട്ടോഗ്രാഫ്സ്. ഓട്ടോ ഓട്ടോ നിർത്താൻ. പോലീസ് കൺട്രോൾ റൂം. ഞാൻ കേരളഭൂമി റിപ്പോർട്ടറാ. എന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഒരു ഓട്ടോറിക്ഷയിൽ വെച്ച് മിസ്സായി. അത് ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. നമ്പർ നോക്കാൻ വിട്ടുപോയി. സോറി. அண்ணா அண்ணா இங்க பாருண்ணா, நம்ம காயத்ரி தேவி ரோடு ஆக்சிடென்ட்ல இறந்துட்டாங்க. ഹലോ, മെഡിക്കൽ കോളേജ് അല്ലേ? ഇത് എറണാകുളത്ത് കേരള ഭൂമിയിൽ നിന്നാണ്. ആ, പത്മശ്രീ ഗായത്രി ദേവിയുടെ ഡെഡ് ബോഡി ഇന്നലെ അവിടെ കൊണ്ടുവന്നിരുന്നില്ലേ? രാത്രി തന്നെ? പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവിയുടെ മൃതദേഹം
ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ 1 മണിക്കൂർ പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആഭ്യന്തരമന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു. നൃത്തകലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു ശ്രീമതി ഗായത്രി ദേവിയുടേതെന്നും അവരുടെ നിര്യാണത്തിലൂടെ ഇന്ത്യക്ക് മഹതിയായ ഒരു മരിച്ചത് ഒരു VIP ആണെങ്കിൽ സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ഏത് സമയത്തും പോസ്റ്റ്മോർട്ടം നടത്താം. ഫോർ എക്സാമ്പിൾ, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ വിതിൻ 1 hour പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ഡൽഹിക്ക് കൊണ്ടുപോയില്ലേ? പക്ഷേ ഒരു പ്രൈം മിനിസ്റ്ററുടെ കാര്യത്തിൽ കാണിക്കുന്ന അതേ ഏർജൻസി ഒരു ഡാൻസറായ മിസ് ഗായത്രി ദേവിയുടെ കാര്യത്തിൽ കാണിക്കുമ്പോ അത് വല്ലാത്ത സംശയം ജനിപ്പിക്കുന്നു സാർ. ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് യു പ്രസ് പീപ്പിൾ. എന്ത് കണ്ടാലും അതിന്റെ ആവശ്യമില്ലാത്ത കുനിഷ്ഠവശം മാത്രം ആലോചിക്കും. സോറി സർ, സോറി ഫോർ ബോദറിംഗ് യു ആൻഡ് താങ്ക്സ്. സാറ് ഉറക്കമാണ്. നെറ്റിയിലെ മുറിവിന് വല്ലാതെ വേദനയുണ്ടെന്ന് പറഞ്ഞ് വെള്ളം വെച്ചപ്പോ ഡോക്ടർ ഒരു സെഡറ്റീവ് കൊടുത്തു. 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ. ഗായത്രി ദേവിയുടെ മരണം എന്ത് കഷ്ടമായില്ലേ. എന്തൊരു ഗ്രേസ് ആയിരുന്നു അവരുടെ മൂവ്മെന്റിന്. ടിവിയിൽ കണ്ടിട്ടേ ഉള്ളൂ. എന്നാലും അവരെ കാണാനും അടുത്ത് പരിചയപ്പെടാനും കഴിഞ്ഞല്ലോ. യു ആർ ലക്കി. അതെ, ഭാഗ്യം. ഈ മുറിയിൽ ആരാ മിസ്റ്റർ അനന്തു? ഞാന്. നിങ്ങൾക്കൊരു ഫോണുണ്ട്. യെസ്, അനന്തു ഹിയർ. അങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കുക, ഇങ്ങോട്ടൊന്നും പറയണമെന്നില്ല. നിങ്ങൾ ആരാ? ഇന്നലെ സന്ധ്യയ്ക്ക് നിങ്ങൾ ഗായത്രി ദേവിയെ കണ്ടിരുന്നു. അവൾ നിങ്ങളോട് കുറെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ചില ഫോട്ടോഗ്രാഫ്സ് തന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഗായത്രി ദേവി മരണമടഞ്ഞു. വെൽ മിസ്റ്റർ അനന്തു, നിങ്ങളുടെ ഊഹം ശരിയാണ്. അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. ഗായത്രി കൊല്ലപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ ആരാണ്? റാംജി? ആ പേരിലാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയതെങ്കിൽ സോബിയറ്റ്. ഗായത്രിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം നിങ്ങളുടെ ഓരോ ചലനവും ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? യെസ്, ലെറ്റ് us come to the point. ആ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് തിരിച്ചു തരിക. അതിനാ ഫോട്ടോഗ്രാഫ്സ്? കട്ട് ദ ബുൾഷിറ്റ് മിസ്റ്റർ ആനന്ദു. പത്രക്കാരന്റെ ഭാവനയും ബുദ്ധിയും എന്റെ അടുത്ത് വേണ്ട. ഹലോ, സോറി, ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ചേ പറ്റൂ. എഴുതുവാൻ ഉപയോഗിക്കുന്ന വലതുകൈയിലെ വിരലുകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പിൾ ഡോസ് മാത്രമാണ്. அனந்து சொன்னேனே இன்னைக்கு நான் ஆபீஸ் போக வேண்டான்னு. உடம்பு சுடுதுமா? சூடு கீடு ஒண்ணும் இல்ல. மூர்த்தி சார் லீவ் ஆக்கும். நிறைய வேலை இருக்குமா. ஏண்டா இப்படி கவனிக்காம காரோட டோர்ல கை வைக்கிற? ஏதாவது ஆச்சுன்னா? சரி, இப்போ ஒண்ணும் ஆகலையே. அந்த விஷயத்தை விட்டுடு. அனந்து, என்னம்மா? உஷாவுக்கு கல்யாண ட்ரெஸ் நாளைக்கு வாங்கலான்னு இருக்கேன். ஞாபகம் இருக்குமா? ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തു, 1 മിനിറ്റ്. അനന്തു, ഫോൺ. ഹലോ. നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്റെ പേര് ഫ്രെഡി. കുറച്ചു ദിവസം മുമ്പ് നിങ്ങളുടെ പത്രത്തിൽ ഒരു വസ്തു ഇടപാടിനെ സംബന്ധിച്ച സ്കാൻഡൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ? എനിക്ക് അതേക്കുറിച്ച് ചില വിവരങ്ങൾ കൂടുതലായി തരാൻ കഴിയും. ഞാൻ ആദ്യം മിസ്റ്റർ മൂർത്തിയാണ് അന്വേഷിച്ചത്. പിന്നീടാണ് നിങ്ങളായിരുന്നു ആ സ്കൂപ്പിന്റെ പിന്നിലെന്ന് അറിഞ്ഞത്. പറയൂ. ഫോണിലൂടെ പറയാവുന്ന കാര്യങ്ങളല്ലല്ലോ.
ഞാനിവിടെ കൊച്ചിൻ ടവറിൽ 612 നമ്പർ റൂമിൽ നിന്നാണ്. നമ്മൾ തമ്മിൽ കുറച്ചു നേരം ഇരുന്നാൽ perhaps it can lead you to a bigger scope. Can you come down? എപ്പോ? Right now. എനിക്ക് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ മടങ്ങണം. ഞാനിതാ വരുന്നു. മിസ്റ്റർ ഫ്രെഡി, 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 മിസ്റ്റർ ഫ്രെഡി, ഹലോ. അനന്തു, ഫ്രെഡിയെ കാണാൻ ഓടിയെത്തിയത് വെറുതെ ആയെന്ന് നിരാശയിലാവും. ഒരു ജേർണലിസ്റ്റിനെ കുരുക്കുവാൻ ഏറ്റവും നല്ല കൊളുത്താണ് എന്നും ഒരു സ്കൂപ്പിനുള്ള ചാൻസ്. എന്റെ ഊഹം തെറ്റിയില്ല. എനിക്കാവശ്യം നിങ്ങളുടെ ഉത്തരമാണ്. ആ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നുവോ അതോ? ഞാൻ പറഞ്ഞല്ലോ സാർ, അതെന്റെ കയ്യിലില്ലെന്ന്. നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു റാസ്കൽ. തനിക്ക് എന്ത് പറ്റിയിടൂ? ഫുട്പാത്തിൽ കാനയുടെ സ്ലാബ് ഇളകി കിടന്നത് കണ്ടില്ല, ഒന്ന് വീണു. വല്ലയിടത്തും വായി നോക്കി നടന്നാൽ ഇങ്ങനെ ഇരിക്കും ഫലം. അല്ലേ മീനു? അല്ല മീനു, നമ്മുടെ ഫ്രൂട്ട്സിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുക. മോള് പോയി കുറച്ചെന്തെങ്കിലും വാങ്ങുക. അതുവരെ അച്ഛന് കമ്പനിക്ക് ആളുണ്ടല്ലോ. സ്ലാബ് തെറ്റിക്കിടന്ന് കാനയിൽ വീണാലുണ്ടാകാവുന്ന പരുവമല്ലെന്ന് കണ്ടാലറിയാം. എന്താണെന്തു പ്രശ്നം? ടെൽ മീ. പറയാം സാർ, പറയാനാണ് വന്നത്. എന്താ സാർ? ആരാ കസ്തൂരി അമ്മാൾ? ഞാനാണ്. ആരാ ഉഷ? ഇവളാണ്. ഇവിടെ മാറി നിൽക്കടി. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് വ്യഭിചാരശാല നടത്തുന്നോ? എന്നാ സാർ ഇപ്പടി சொல்றீங்க? ഇലക്കാണ്ട് മാറി നിൽക്കണോ? വേണ്ട കിഴവാ. ഇന്നെന്താടി ഇത്രേ ഉള്ളോ? ബാക്കിയുള്ളതെല്ലാം സർക്കുലേഷനിലായിരിക്കും. നീ നിന്റെ മോളും കുറെ കാലമായി ഈ തൊഴിൽ കൊണ്ട് നടക്കുന്നു. പോലീസിന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നടക്കണേ. നടക്ക്. நீங்க வீடு மாறி வந்துட்டீங்க போல இருக்கு சார். கடவுளே, இது என்ன சோதனை இது?
சார் என் பேத்தி கல்யாணம் நிச்சயம் பண்ணி வச்சிருக்கேன் சார். அவங்களை விட்டுருங்க. താത്തയുടെ ഫോൺ വന്നു. ഉഷയെ അമ്മയും ക്ലാസ്സിലെ കുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഏതോ ഫാൾസ് കംപ്ലൈന്റിന്റെ പേരില്. നിൽക്ക്. ഇത് കരുതിക്കുട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അനന്ത് ഒറ്റയ്ക്കായാൽ പറ്റില്ല. സോറി, നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അവിടെ ജാമ്യം അനുവദിച്ചാൽ കൂട്ടിക്കൊണ്ടു പോവാം. ഇവരോടൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു കുട്ടികൾ ഇപ്പോഴും ലോക്കപ്പിലുണ്ടോ? ഇല്ല. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അവരെങ്ങനെ പുറത്തുപോയി? അവരെ വിട്ടേക്കാൻ ഓർഡർ ഉണ്ടായിരുന്നു. ആരുടെ? കോടതിയുടെയോ അതോ മോളിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെയോ? മിസ്റ്റർ ഇൻസ്പെക്ടർ, മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്തുമാകട്ടെ, ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. കോടതി സമയം കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല. മനഃപൂർവ്വം നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് നാളെ കോടതി ഹാജരാക്കുമ്പോൾ ബാധിച്ചാൽ മതി. വേണ്ട. ഈ നിമിഷം വരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാൽ അറ്റൻഡ് ചെയ്യാനും ജാമ്യം അനുവദിക്കാനും അദ്ദേഹം തയ്യാറാണ്. അവിടെ കയറിയിട്ടാ ഞങ്ങൾ വരുന്നത്. സഹകരിച്ചാൽ, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങളെ മര്യാദയ്ക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല, അതിനും മുകളിൽ നിന്നുള്ള ഉത്തരവ് വന്നേ പറ്റൂന്നുണ്ടെങ്കിൽ തൊപ്പി തെറിക്കുമ്പോ മുകളിൽ നിന്ന് രക്ഷാദൂതന്മാർ ഇറങ്ങി വരുന്ന ചരിത്രം ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാന്ന് ഓർക്കുന്നത് നന്ന്. കരയാൻ മാത്രം ഒന്നുമില്ല കാര്യം. നെഞ്ചയെ വെടിച്ചിടുമ്പോൾ കാൽപ്പായ കടലാസില് ആര് കംപ്ലൈന്റ് എഴുതി കൊടുത്താലും പോലീസിന് ചോദ്യം ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ പുറകിൽ നിന്ന് തള്ളാൻ ആളുണ്ടാവുമ്പോ അവരുടെ രീതി കുറച്ച് ക്രൂരമാവും. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും അവരെ വെറുതെ വിട്ടുകൂടാ സാർ. கஸ்தூரியும் உஷாவையும் எனக்கு நன்னா தெரியும். அவங்க நடத்த தவற மாட்டாங்க, அது எனக்கு சந்தேகமே இல்லை. ஆனா இவ்வளவு பேர் முன்னாடி போலீஸ் வந்து விபச்சார குத்தம் போட்டு அரெஸ்ட் பண்ணி தெருவோடு கொண்டு போன அப்புறம் ஊர் ஜனங்க வாயை கட்ட முடியுமா? நாளை இந்த கல்யாணத்துக்கு அப்புறம் ஒருவேளை மாப்பிளைக்கு இந்த விஷயத்தை தெரிஞ்சு இந்த பொண்ணையா என் தலையில் கட்டி வச்சுட்டேன்னு ஒரு கேள்வி கேட்டால் நாங்க என்ன பதில் சொல்றது? வைத்தி, நீ என்ன சொல்ற? மன்னிச்சிருக்கு. இந்த கல்யாண விஷயம் மறந்துடுறதுதான் நல்லதுன்னு நினைக்கிறேன். மாமா, இன்விடேஷன் கார்டை பிரிண்ட் பண்ணியாச்சு, கல்யாண புடவை கூட வாங்கியாச்சு. இப்ப வந்து இப்படி சொன்னா உஷாவுக்கு വേറെ വരില്ലെന്ന് വെച്ചുക്കോ. നോക്കൂ മിസ്റ്റർ വൈദ്യനാഥൻ, ഇതാരോ മനഃപൂർവ്വം നടത്തിയ ചതിയാണ്. അതാരായിരുന്നാലും മുഴുവൻ കളവാണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാം. അവർക്കെതിരെ നിയമ നടപടികളും എടുക്കാം. தாராளமாக எடுக்கலாம் சார். வேணும்னா டெஃபமேஷன் கேஸ் ஃபைல் பண்ணி டேமேஜஸ் கூட வாங்கலாம். ஆனா கல்யாணம் ஆகாத பொண்ணுக்கு போன மானம் ஒரு காலமும் திரும்பி வராது.
പുറപ്പെടുന്ന ദിവസത്തെ മഴയുടെ തഞ്ചം കണ്ടപ്പോ മീറ്റ് ആകെ കുഴയൊന്ന് കരുതി. ഭാഗ്യത്തിന് പിന്നെ മഴയുണ്ടായില്ല. വന്നു വന്ന് മലബാറിൽ നിന്ന് പോലും ഇപ്പൊ നല്ല അലുവ കിട്ടില്ലെന്ന് ഉറപ്പായി. കൊള്ളില്ലെങ്കിൽ പിന്നെ വലിച്ചു വാരി തിന്നണ്ട. തിന്നുന്നില്ല പൊതിഞ്ഞുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ്. വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇത്ര ക്രൂരമായി വിധി തന്നോട് പെരുമാറാൻ എന്താ കാരണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആനന്ദ്. ഞാനന്ന് കണ്ണൂർക്ക് പോകുന്ന ദിവസം നൈറ്റ് ഷിഫ്റ്റ് ഇരുന്നില്ലേ? രാത്രി കുറെ കഴിഞ്ഞപ്പോ ഓട്ടോ ഡ്രൈവർ താനെന്തോ കവർ വണ്ടിയിൽ വെച്ച് മറന്നു, വീടറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഞാനത് തന്നോട് പറയാൻ മറന്നു. ആ ഡ്രോയിൽ വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തുവോ? 1 minute. ഒറ്റ വാക്കിൽ ഒരു മറുപടിയാണ് എനിക്ക് ആവശ്യം. ആ ഫോട്ടോഗ്രാഫ്സ് ഇനിയെങ്കിലും എനിക്ക് തിരിച്ചു തരുന്നു. സേ യെസ് ഓർ നോ. നോ എന്നാണ് മറുപടിയെങ്കിൽ അറിയാം, നിങ്ങൾ എന്നെ നശിപ്പിക്കും. അനുഭവിച്ചു കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്ത് വേദനയാണ്, എന്ത് യാതനയാണ് നിങ്ങൾക്ക് ഇനി എന്നെ ഏൽപ്പിക്കാൻ കഴിയുക? അനന്തു, എന്റെ ഉത്തരമല്ലേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ഹിയർ ഇറ്റ് ഈസ്. നോ. എ ബിഗ് എംഫാറ്റിക് നോ. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഫോട്ടോഗ്രാഫ്, അതെ, കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഗായത്രി ദേവി എന്നെ ഏൽപ്പിച്ചു പോയ നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വഴി തുറക്കുന്ന അതേ ഫോട്ടോഗ്രാഫ്സ് എന്റെ കൈവശമുണ്ട്. റൈറ്റ് നൗ. അത് ഉപയോഗിച്ച് നിന്റെ ശവക്കുഴി ഞാൻ തോണ്ടും. വാച്ച് ആൻഡ് സീ. Miracles still happen, Anandu. ദാദർ ട്രസ്റ്റിനെ കുറിച്ച് താൻ എഴുതിയ സ്കൂപ്പ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന പേരിൽ അച്ചടിച്ചു വന്നപ്പോൾ ശത്രുവായി അവരെന്നെ കണ്ടതിന്റെ ഫലമാണ് എന്റെ റോഡ് ആക്സിഡന്റ്. ഒടുവിൽ ഗായത്രി ദേവി വരേണ്ടി വന്നു. ഞാനല്ല ശത്രു, താനാണ് എന്നവർക്ക് തിരുത്താൻ. ആ സ്കൂപ്പിന് വേണ്ടി ഒരുപാട് ചികഞ്ഞു തപ്പിയിട്ടും പിടിതരാതെ പോയ ഒരാളെ ഉള്ളൂ, റാംജി. ആ റാംജിയോടാണ് സാർ എനിക്ക് അംഗം വെട്ടാനുള്ളത്. അയാൾ ആരാണ്, എവിടെയാണ്, എന്താണ് ഒന്നും അറിയാതെ ഈവൻ രാംജി എന്ന പേര് പോലും യഥാർത്ഥമാവണമെന്നില്ല. ശത്രു നമുക്ക് സങ്കല്പിക്കാവുന്നതിലുമേറെ ശക്തനാണെന്ന് ഓർക്കണം. അറിയാം സാർ, ഞാൻ ഒരിക്കലും എതിരാളി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അയാളുടെ ശക്തി, അതിന്റെ വ്യാപ്തി, കണ്ണീരും രക്തവും വിലയായി കൊടുത്ത് അത് മനസ്സിലാക്കിയവനാണ് ഞാൻ. അയാൾ താനെ വെളിപ്പെട്ടു വരുമെന്ന് കരുതുന്നുണ്ടോ അനന്തു? എന്റെ കൈവശമുള്ള ഫോട്ടോഗ്രാഫ്സും അവ വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളും വഴി വേറെ ഇരകൾ പലരും മാളത്തിൽ നിന്നും പുറത്തു ചാടും. സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും അവർക്ക് പിന്നെ അയാളെ ചൂണ്ടിക്കാട്ടിത്തരാതെ വേറെ മാർഗമുണ്ടാവില്ല സാർ. അനന്തു പൊരുതേണ്ട യുദ്ധമാണിത്. അടർക്കളത്തിൽ ഏത് അതിർത്തി വരെയും തേർതെളിക്കാൻ ഞാൻ കൂടെയുണ്ടാവും. ഗീതോപദേശമല്ലെങ്കിലും അനുഭവം പഠിപ്പിച്ച ഒരു സത്യം മാത്രം പറയാം. ആരെയും വിലയ്ക്ക് വാങ്ങാൻ മാത്രം പ്രബലനാണ് ശത്രുവെങ്കിൽ തന്റെ വിശ്വാസം മാത്രം ആരിലും അന്ധമായി അർപ്പിക്കരുത്. നെവർ ട്രസ്റ്റ് എനിവൺ, സ്വന്തം നിഴലിനെ പോലും. ബ്രില്യന്റ് അനന്തു, സിംപ്ലി ബ്രില്യന്റ്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സ്കൂപ്പ് ഒരു പത്രപ്രവർത്തകനും തന്റെ പത്രത്തിന് നേടിക്കൊടുത്തു കാണില്ല. ഈ മാറ്റർ ഞാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നതെന്ന് കണ്ടോളൂ. താങ്ക് യു സർ. യു ഡിസേർവ് എ ഹോളിഡേ. പോയി റെസ്റ്റ് എടുക്കും സർ. വെറുതെ ഇമോഷണൽ ആകാതെ അനന്തു.
ആ മാറ്ററും ഫോട്ടോഗ്രാഫ്സും ഞാൻ പ്രസിദ്ധീകരിച്ചു എന്ന് വെക്കുക, ഒരു സെൻസേഷൻ ഉണ്ടാവും. ശരിയാണ്, 1,00,000 വരെ ചിലപ്പോൾ സർക്കുലേഷനും കൂടാ, അത്രേ ഉള്ളൂ. ഞാനത് അരത്തമാറ്റിക്കലി വർക്കൗട്ട് ചെയ്തു ഇൻ ടേംസ് ഓഫ് മണി. പക്ഷെ അതോടൊപ്പം നമ്മൾ ഒരുപാട് പേരെ ശത്രുക്കളാക്കേണ്ടി വരും. വേറാസ് അത് പ്രസിദ്ധീകരിക്കാതിരുന്നാൽ എനിക്കറിയാം, എന്ത് വില തന്നു അത് വാങ്ങാൻ ആളുകൾ ഉണ്ടാവും. യു ആർ റൈറ്റ്. നമുക്കുണ്ടാക്കാവുന്ന ലാഭത്തിന്റെ 3 times ഇത് പ്രസിദ്ധീകരിക്കാതിരുന്ന തരാൻ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിന് ആളുകളെ പണക്കണം? ഡു യു ഗെറ്റ് മൈ പോയിന്റ്? പത്രത്തിനും ലോങ് റണ്ണിൽ അതാണ് നേട്ടം. യു ഡോണ്ട് വറി. പത്രത്തിന് കിട്ടുന്ന ലാഭത്തിന്റെ 1/3 ഇതിന്റെ പിന്നിലെടുത്ത സ്ട്രെയിനിന് പ്രതിഫലമായി ആൾ പ്രസിദ്ധപ്പെടുത്താതിരുന്നതിനുള്ള കോമ്പൻസേഷനായി തരാൻ മാനേജ്മെന്റ് തയ്യാറുമാണ്. പ്രതിഫലം, കോമ്പൻസേഷൻ കൊണ്ടുപോയി തന്റെ തന്തയ്ക്ക് കൊടുക്ക്. മിസ്റ്റർ അനന്തു, ഏതോ പീറ പത്രാധിപരെ ഒരു കെട്ട് കറൻസി നോട്ടുകൾ കൊണ്ട് വിലയ്ക്ക് വാങ്ങാവുന്നതാണെന്ന് കരുതിയോ താൻ? ഞാൻ ഇതിനു വേണ്ടി സഹിച്ച നഷ്ടങ്ങൾ. ഞാൻ എന്റെ പത്രത്തെ കൂടുതൽ വിശ്വസിച്ചു. തെറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ മാറ്ററും ഫോട്ടോഗ്രാഫ്സും തരൂ, ഞാൻ മറ്റെന്തെങ്കിലും ഓപ്പണിങ്സ് നോക്കിക്കോളാം. നോ, അവരുമായുള്ള ഡീലിലെ ആദ്യത്തെ വ്യവസ്ഥ ആ മാറ്ററും ഫോട്ടോഗ്രാഫ്സും അവരെ ഏൽപ്പിക്കണമെന്നായിരുന്നു. ഞാനതനുസരിച്ചു. യു ബ്ലഡി ചീറ്റ്, ഡർട്ടി റാസ്കൽ. പണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ ചതിയുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി നിന്നേനെ ഒരു പാവം അനന്തു. അനുഭവം എന്നെ പഠിപ്പിച്ചു. ഗുരുവും ആരെയും വിശ്വസിക്കരുതെന്ന്, പ്രത്യേകിച്ച് ക്യാരക്ടറും ഇന്റഗ്രിറ്റിയും ഇല്ലാത്ത നിന്നെ പോലുള്ള തെണ്ടികളെ. കാൽപ്പണം കാശിന് നീ മറിച്ചു വിറ്റ ആ ഫോട്ടോഗ്രാഫ്സ് നഷ്ടപ്പെട്ടതോടെ ഞാൻ തോറ്റു എന്നൊന്നും കരുതണ്ട. ഞാൻ റീകോപ്പി ചെയ്ത പ്രിന്റുകൾ മാത്രമേ നിന്റെ കയ്യിൽ എത്തിയിട്ടും നീ കൈമാറിയിട്ടുള്ളൂ. ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സും ഇനിയും എത്ര കോപ്പികൾ വേണമെങ്കിലും എടുക്കാവുന്ന നെഗറ്റീവ്സും ഒരു പോറല് പോലും ഏൽക്കാതെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിന്നെ വിലക്കെടുക്കും. പണ്ടേ ഒരു കളിപ്പാട്ടം പോലെ നിന്നെ വിലക്കെടുത്ത നിന്റെ തമ്പുരാട്ടിയെയും അവരുടെ കുടുംബ സ്വത്തായ ഈ പത്രത്തെയും വിലക്കെടുക്കും. പക്ഷെ ഈ അനന്തുവിനെ വിലക്കെടുക്കാൻ അവൻ ആരായിരുന്നാലും അവൻ ഈ ജന്മം പോരാ. ഒരു പ്രലോഭനത്തിന്റെ മുമ്പിലും ഞാൻ വഴങ്ങില്ല സർ. ഐ മസ്റ്റ് നോട്ട്. വഴങ്ങിയാൽ, തോറ്റാൽ അമ്മയുടെയും ഉഷയുടെയും ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ജേർണലിസത്തിന്റെ ഹരിശ്രീ പോലും അറിയാതെ എന്റെ മുമ്പിൽ പകച്ചു നിന്ന അനന്തു അനുഭവം മൂലധനമാക്കി എഴുതി തെളിഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ച വഴികളിലൂടെ പ്രതീക്ഷിച്ചതിലും സമർത്ഥമായി ചുവടുവെച്ച് മുന്നേറുന്നത് കണ്ടപ്പോൾ അഭിമാനം തോന്നി. ഐ വാസ് ഫീലിംഗ് പ്രൗഡ് ഓഫ് യു. പക്ഷെ ഇപ്പോ പയറ്റിത്തെളിഞ്ഞ ഒരു പോരാളിയെ പോലെ പ്രപഞ്ചത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിവർന്നു നിൽക്കുന്ന തന്നോട് അനന്തു ആരാധന തോന്നുന്നു. ഐ എം ബിഗിനിങ് ടു അഡോർ യു. ആവനാഴിയിലുള്ള അസ്ത്രങ്ങൾ അത്രയും ഒരുമിച്ചെടുത്ത് പ്രയോഗിക്കരുത്. നമ്മുടെ ശക്തി അളക്കാൻ അവർക്ക് അവസരം കൊടുക്കരുത്. ഐ അണ്ടർസ്റ്റാൻഡ് സർ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിന്റെ സാമ്പിൾ പോലെ ഒരു ചെറിയ ഡോസ്. ആദ്യ ശത്രുവിനെ വിറളി പിടിപ്പിക്കുവാൻ അത് ധാരാളമാണ്. വിറളി പൂണ്ടവൻ തളർന്നു വീഴുമ്പോ മതി അടുത്ത അസ്ത്രം തൊടുക്കുന്നത്. എന്താടോ സാർ, കാര്യം എന്താന്ന് പറഞ്ഞു തൊലക്കടോ. പോയി, മുഴുവനും പോയി സാർ. എന്ത് പോയി? ആകെ കൂടി ഒരു ഇത്തിരി മാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവനും ഇതോടെ പോയി സാർ. താൻ വിവരം പറയടോ. സാറും ആ കൊന്നു കളഞ്ഞ അല്ല കാർ ആക്സിഡന്റിൽ ചത്തുപോയ ഗായത്രി തമ്പുരാട്ടിയും കൂടെയുള്ള പോക്കണം കെട്ട കുറെ പടങ്ങൾ സിറ്റി മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. കൊട്ടയ്ക്കാളുണ്ട് സാർ ഓരോന്നിന്റെ ചുറ്റിലും. കണ്ണു വിളിച്ചിൽ കണ്ട് വിളിക്കണോ പോലീസ് കമ്മീഷണറെ? പോലീസുകാരെ വിട്ട പോസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ പറയേ വേഗം. നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായി പോയി സാർ അവന്റെ ബുദ്ധി. തനിക്ക് അതും പറഞ്ഞ് തമ്പുരാട്ടിയുടെ മുമ്പിൽ അടയിരുന്നാ മതിയല്ലോ. ഞാനേ ഇതിങ്ങനെ തുടർന്ന പബ്ലിക് ലൈഫ് അവസാനിപ്പിച്ച് കാഷായ വസ്ത്രം എടുത്ത് വല്ല കാശിക്ക് പോകേണ്ടായിട്ട് വരും. ഭീഷണിപ്പെടുത്താൻ വിളിച്ചു വരുത്തിയ എന്റെ മുഖത്തെ അവൻ രാജിക്കത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി സാർ. അനന്തു ആ നാറി മൂർത്തിയുടെ ഉപദേശമായിരിക്കും എല്ലാറ്റിന്റെ പിന്നിൽ. ഞാൻ കൈകാര്യം ചെയ്തോളാം അവനെ. എന്താടോ തന്റെ ആരെങ്കിലും ചത്തോ? ചത്തില്ല, അല്ല ചാവായിരുന്നതിലും ഭേദം. നോക്കി നിൽക്കേണ്ട കമ്മീഷണർ വരാൻ പറയടൂ. ഒരാളെ പിടിച്ചുകൊണ്ടാ പറഞ്ഞിട്ട് എത്ര നേരമായി? താൻ ചെല്ലണോ?
എല്ലാ വഴിക്കും ശ്രമിക്കുന്നുണ്ട് സാർ. എഡിറ്റർ മേനോനുമായി ഉടക്കിയത് പിന്നെ അനന്ത് ഓഫീസിൽ പോയിട്ടില്ല. വീട്ടിൽ അയാളില്ല. മൂർത്തിയുടെ വീട്ടിൽ അന്വേഷിച്ചു, അവിടെയില്ല. എല്ലായിടത്തും അരിച്ചു തപ്പുന്നുണ്ട്. കിട്ടിയാൽ ആ ക്ഷണം. കിട്ടിയാലല്ല, കിട്ടണം. വേറെ ഒരു ലെയിം എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. അയാൾ എവിടെ ഉണ്ടെങ്കിലും ഉടനെ കസ്റ്റഡിയിൽ എടുത്ത് എന്റെ മുൻപിൽ എത്തിക്കണം. എന്നിട്ട് കണ്ടാ മതി തന്നെ എനിക്ക്. സാർ. സാർ, ഞാൻ മുറിയിലുണ്ടാവും. അവന്മാരെ കുരുത്തം കെട്ടവനെ കസ്റ്റഡിയിൽ എടുത്ത് വരുമ്പോഴല്ലാതെ വേറെ ആര് വിളിച്ചാലും അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി സാർ. വെൽക്കം സർ. നിങ്ങൾ ആരാ? ഒരു പാവപ്പെട്ട പത്രപ്രവർത്തകൻ അനന്തു. എടാ റാസ്കൽ, നീ ഇവിടെ? അരുതാത്തിടത്ത് നുഴഞ്ഞു കയറുക നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മാത്രം കുത്തകയല്ല സർ. ഇന്നത്തെ ആ ഫോട്ടോ പ്രദർശനം അത് നിങ്ങൾക്കല്പം മനപ്രയാസം ഉണ്ടാക്കി കാണും എന്നെനിക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ചില ചില്ലറ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ അല്ലാതെ നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളുടെ കണ്ണിൽ പെടാനും ഇങ്ങനെ വന്ന് സംസാരിക്കാനും ഒരു സന്ദർഭം കിട്ടില്ലല്ലോ. ഉള്ള കാര്യം തുറന്നു പറയാം. എനിക്ക് കണക്കുകൾ തീർക്കുവാനുള്ളത് നിങ്ങളോടല്ല, റാംജി എന്ന പേരിൽ ഞാൻ അറിയുന്ന അജ്ഞാതനായ ഒരു ശത്രുവിനോട്. അയാളെ താങ്ങി നിർത്തുന്നത് നിങ്ങളെപ്പോലുള്ള ചില തൂണുകളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട, നാടകം വേണ്ട. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പാവം നർത്തകി ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. നിങ്ങളടക്കം പലരുമായും ഉറക്കറ പങ്കിട്ടതിന്റെ സ്വകാര്യ ചിത്രങ്ങൾ എന്നെ ഏൽപ്പിച്ചതിന്റെ പേരിൽ, ആ രഹസ്യങ്ങൾ എന്നോട് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ നട റോഡിൽ വെച്ച് റാംജിയുടെ ആൾക്കാർ അവരെ കൊന്നു. നിങ്ങളും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അതൊരു റോഡ് അപകടമാക്കി എഴുതി തള്ളി. ഇനിയും പറയണോ ഞാൻ? റാംജിയുടെ താണ്ഡവത്തിനും അഴിഞ്ഞാട്ടത്തിനും നിങ്ങൾ കുട പിടിച്ചു നിന്നതിന്റെ വേറെ കഥകൾ വേണ്ട. വിഷപ്പാമ്പിനെയാണ് പാലൂട്ടി വളർത്തിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ ആ ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ആ ഫോട്ടോഗ്രാഫ്സ് എങ്ങനെ ഉണ്ടായി? തികച്ചും സ്വകാര്യമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ രഹസ്യ സന്ദർഭങ്ങളെ അയാൾ എന്തിന് ക്യാമറയിൽ പകർത്തി റെക്കോർഡുണ്ടാക്കി? എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, നിങ്ങൾക്കെതിരെ ഒരു ആയുധമായി അത് കൈവശം വെച്ച് എന്നും നിങ്ങളെ വിരൽ തുമ്പിലിട്ട് അമ്മാനമാടാൻ. യെസ്, ഓൺലി ഫോർ ദാറ്റ്. ഞാനല്ല സർ നിങ്ങളുടെ ശത്രു. മിത്രമെന്ന് നടിക്കുന്ന ആ വിഷസർപ്പമാണ് റാംജി. നോക്കണം സർ, നമുക്കൊരു ധാരണയിലെത്താം. നിങ്ങൾക്കെതിരായുള്ള ഈ യുദ്ധം ഞാൻ നിർത്തിവെക്കാം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. അതെ, ഒരേ ഒരു വ്യവസ്ഥയിൽ. റാംജി ആരെന്നും എവിടെയാണുള്ളതെന്നും നിങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം, വിത്ത് ഓൾ ഡീറ്റെയിൽസ്. എനിക്ക് സമ്മതമല്ലെങ്കിൽ? അയാളുമായുള്ള രഹസ്യ ബിസിനസ് ധാരണകൾക്കാണോ, കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞ് ഇനിയും കോട്ടകൊത്തളങ്ങൾ പിടിച്ചടക്കുവാനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനാണോ? ഏതിനാണ് മുൻതൂക്കം? തീരുമാനിക്കുക. സ്വന്തം ശവക്കുഴി തോണ്ടാൻ മാത്രം വിഡ്ഢിയാണ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണനെന്ന് ഞാൻ കരുതുന്നില്ല. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോടാ കൊച്ചനെ? നന്നായി അറിയാം സർ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ആ നിമിഷം നീ അഴിക്കുള്ളിലാവും. ഇവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത്. നിങ്ങൾ എന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഹലോ, ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ ആരാ? നീ അത് മറക്കുവിടാ ബാല. വന്ന വഴി പലതും മറന്ന നീ മൂർത്തി ആരാന്ന് ചോദിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഞാൻ വിളിക്കുന്നത് പ്രസ് ക്ലബിൽ നിന്നാണ്. ഈ ഫോണിൽ സംസാരിക്കുന്നത് മുഴുവൻ ഇവിടെ ടേപ്പ് ചെയ്യുന്നുണ്ട്. ആശാൻ എന്താ വേണ്ടേ? നിന്റെ മുമ്പിലിരിക്കുന്ന അനന്തു നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട് കാണും. അത് സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാതെ മറിച്ച് അനന്തുവിനെ അകപ്പെടുത്താനുള്ള വല്ല കുനിഷ്ഠ ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ വേണ്ട. പഴയ കൃഷ്ണമൂർത്തിയാണ് പറയുന്നത്. അത് നിന്റെ അവസാനത്തിനായിരിക്കും. നാളത്തെ പ്രഭാതമുണരുക. കേരളത്തിൽ ഉടനീളം ഓരോ കമ്പിക്കാലിലും മരക്കൊമ്പിലും നിന്റെ അഴിഞ്ഞാട്ടങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാകും. പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് കോപ്പീസ്. നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പോലീസ് പടയും കൂടെ അണിനിരന്നാലും ജനങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് അത് പറിച്ചു മാറ്റാൻ കഴിയില്ല. ആശാനെ, മൂർത്തി വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാം. നിന്റെ വിധി നിന്റെ കയ്യിലാണെന്ന് മാത്രം ഓർത്തോ.
അധികാരത്തിന്റെ ഏണിപ്പടികൾ കയറണമെങ്കിൽ പ്രബലനായ ഒരു സാമ്പത്തിക ശക്തിയുടെ പിൻബലം കൂടിയേ തീരൂ. രാംജിയുടെ ഏതാജ്ഞയും അനുസരിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. ബിസിനസ്സുകാരനാണെങ്കിലും രാംജി നല്ലൊരു കലാകാരനായിരുന്നു. നല്ല അസലായിട്ട് തബല വായിക്കും. നൃത്തം അയാളുടെ ഒരു ദൗർബല്യമായിരുന്നു. യൂണിയന്റെ വാർഷികത്തിന് ഗായത്രിയുടെ നൃത്തം അയാൾ കാണാനിടയായി. അവൾ ഒറ്റയ്ക്ക് തന്റെ തബലയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യണമെന്ന് രാംജിക്കൊരു മോഹം. ഈ ഗായത്രിയുടെ ഭർത്താവ് സുദേവൻ എന്റെ യൂണിയനിൽപ്പെട്ട തൊഴിലാളിയായിരുന്നു. അയാൾക്കൊരു മേജർ ഓപ്പറേഷന് പണമില്ലാതെ അവൾ കുഴഞ്ഞു നിൽക്കുന്ന സമയവും. ഓപ്പറേഷൻ കൊണ്ട് സുദേവൻ രക്ഷപ്പെടാൻ അറ്റ്ലീസ്റ്റ് 50% ചാൻസ് എങ്കിലും ഉണ്ട്. ബാക്കി ഈശ്വരന്റെ കയ്യിൽ. പക്ഷേ ഓപ്പറേഷൻ വൈകിക്കുന്ന ഓരോ നിമിഷവും അയാൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഗായത്രിയുടെ എല്ലാ പ്രോബ്ലംസും എനിക്കറിയാം. പക്ഷേ വി ഹാവ് അവർ ഓൺ ലിമിറ്റ്സ്. നൽകാവുന്ന എല്ലാ കൺസെഷൻസും അനുവദിച്ചാൽ തന്നെ ഒരു 15,000 രൂപയെങ്കിലും ഇല്ലെങ്കിൽ ശരി വരട്ടെ. എന്റെ പൊന്ന് ഗായത്രി, സ്വകാര്യ വേദികളിൽ ചെന്ന് നൃത്തം ചെയ്യാ, പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാ അതത്ര വലിയ അപരാധമൊന്നുമല്ല. ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫി വരെ കല്യാണങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പാടും. അത്രേ ഉള്ളതും. രാംജിക്കൊരാഗ്രഹം, അയാളുടെ തബലയുടെ താളത്തിനൊത്ത് മത്സരിച്ച് നീ നൃത്തം ചെയ്യണം. അയാൾ നല്ലോനാ. നമ്മുടെ ആവശ്യത്തിനുള്ള കാശ് അയാൾ മനസ്സറിഞ്ഞു തരും. സുദേവൻ എനിക്ക് അനിയനെ പോലെയാ. അവൻ രക്ഷപ്പെട്ട് കാണുമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? ഗായത്രി, യു ആർ ഗ്രേറ്റ്. ആദ്യമായിട്ടാണ് ഒരു നർത്തകി എന്റെ വിരലുകളുടെ താളവേഗത്തെ അതിശയിച്ചുകൊണ്ട് ചുവട് വയ്ക്കുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. എനിത്തിങ്. രാംജി കൊടുത്ത പണം ആവശ്യം വന്നില്ല. തിരിച്ച് ആശുപത്രിയിൽ എത്തുമ്പോൾ സുദേവൻ ആത്മഹത്യ ചെയ്തിരുന്നു. ദുരഭിമാനം. പോസ്റ്റ്മോർട്ടത്തിനും ശവസംസ്കാരത്തിനും എല്ലാം ഞാൻ തന്നെ കൂടെ നിന്നു. 3 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാവം ആകെ തളർന്നുപോയി. കഥകളൊക്കെ അറിഞ്ഞ രാംജി അവളെ സഹായിക്കാൻ തയ്യാറായി. കൊട്ടും ഘോഷവുമായിട്ട് ഗായത്രിയെ ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ ഒരു വലിയ നർത്തകിയായിട്ട് അയാളങ്ങ് അവതരിപ്പിച്ചു. പിന്നതേ ഡോക്ടറേറ്റ്, പത്മശ്രീ, ലോകമെമ്പാടുമുള്ള സ്റ്റേജ്, എന്തിന് നൃത്തരംഗം മുഴുവൻ അവളുടെ കാൽക്കീഴിലായി. പക്ഷേ അതിന് അവര് കൊടുക്കേണ്ടി വന്ന വില എന്റെ അനിയ, ഇരട്ടി വില കൊടുക്കാണ്ട് ഒരു ചായ പോലും ഈ ലോകത്ത് ആരും വാങ്ങിത്തരില്ല. എന്താ മോളെ? ഞാൻ ഇറങ്ങാണ്. ഓ, ഞാനത് മറന്നു. ജസ്റ്റ് എ മിനിറ്റ്. ഞാനിവിടെ ഒരു അടിയന്തര ചർച്ചയിലായിരുന്നു. ഫ്ലൈറ്റ് റൈറ്റ് ടൈമിനാണോന്ന് വിളിച്ചു ചോദിച്ചോ മോളെ? മോള് ചെല്ലേ. ഹോസ്റ്റലിൽ എത്തിയ ഉടനെ വിളിക്കണേ. വിളിച്ചാ അതിന് അച്ഛനും ഉണ്ടാവണ്ടേ? വിളിക്കേ. വിളിക്കാം. See you. മകളാണല്ലേ? അതെ, ആണും പെണ്ണുമായിട്ട് അവൾ ഒന്നേ ഉള്ളൂ. ഈവനിങ് ഫ്ലൈറ്റിന് അവള് മദ്രാസിലേക്ക് പോവാ. അവിടെ സ്റ്റെല്ല മേരീസിലാ പഠിക്കുന്നേ. ഹോസ്റ്റലിലാ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തീർച്ചയായും. തുറന്നു പറയാലോ, ഈ രാംജിയുടെ സഹായം കൊണ്ടാ ഞാൻ പല നിലയിലും എത്തിയത്. അയാളുടെ ഇഷ്ടത്തിന് പല പാർട്ടി മാറി, ഒടുവിൽ മന്ത്രിയായി. ഞാനടക്കം പല വമ്പന്മാരെയും ഇരയിട്ട് ചൂണ്ടയിൽ കൊളുത്തിയിട്ടേ അയാൾ കാര്യസാധ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അയാളുടെ ചൂണ്ടയിലെ ഏറ്റവും വിലയേറിയ ഇരയായിരുന്നു ഗായത്രി. മനുഷ്യാവസ്ഥയല്ലേ, നമ്മൾ ആണുങ്ങളല്ലേ അനിയ. പക്ഷേ ഇങ്ങനെ ഒരു ചതിക്കാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സ്വന്തം നേട്ടത്തിനു വേണ്ടി മറ്റൊരാളുടെ നാശം രാംജി കാര്യമാക്കിയില്ല. അനന്ത് പറഞ്ഞത് ശരിയാ. എനിക്ക് എന്റെ രക്ഷയാണ് പ്രധാനം. നീ എന്നെ രക്ഷിക്കണം. താൻ അറിഞ്ഞതും അറിയാത്തതും അയാളെക്കുറിച്ച് എനിക്കറിയാവുന്നതും എല്ലാം ഇതിനകത്തുണ്ട്. ഇനിയെങ്കിലും ആ ഫോട്ടോഗ്രാഫ്സും നെഗറ്റീവ്സും എനിക്ക് തന്നൂടെ? സോറി. പരസ്പരം വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ നമ്മളാരും. ഒന്ന് മാത്രം പ്രോമിസ് ചെയ്യാം. നിങ്ങൾ കാരണമുണ്ടാക്കാത്തിടത്തോളം കാലം ആ ഫോട്ടോഗ്രാഫ്സ് ഞങ്ങളുടെ കയ്യിൽ രഹസ്യമായി തന്നെ ഇരിക്കും. എങ്കിൽ ഒരു സാഹചര്യത്തിലും ഈ വിവരങ്ങൾ ചോർന്നു കിട്ടിയത് ഞാൻ വഴിയാണെന്ന് മറ്റൊരാൾ അറിയരുത്. ആ ഒരു ഉറപ്പെങ്കിലും എനിക്ക് തരണം. എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ നീ ഒരു കാര്യം മറന്നു. അകപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല, നീയും കൂടെ ചേർന്നയാകുമെന്ന്. എന്റെ പൊന്നു രാംജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. Shut your bloody mouth, you lousy cheat.
മന്ത്രിയും ദിവാനുമൊക്കെ അങ്ങ് നിന്റെ നാട്ടിൽ. എന്റെ മുന്നിൽ നീ എന്നും ആ പീറ ബാലനാണ്. രാംജി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ബാലകൃഷ്ണൻ ബോംബെയിൽ കിടന്ന് ഹൃദയസ്തംഭനം മൂലം മരിക്കും. ഡെഡ് ബോഡി ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ റീത്ത് വെക്കാൻ ഞാൻ വരും. ഒരുത്തനും എന്നെ തൊടില്ല. അറിയോ നിനക്കത്? അറിയാം. ഗൺ പോയിന്റിന്റെ മുമ്പിൽ അടിയറവ് പറയിച്ച് ഒപ്പിടിക്കുന്നത് പോലെയാണ് എന്നെ കൊണ്ട് അവരത് ചെയ്യിച്ചത്. അവർക്ക് വേണ്ടിയിരുന്നത് രാംജിയാണ്. എന്തെങ്കിലും കുറച്ച് വിവരങ്ങളൊന്നും വിട്ടുകൊടുത്തില്ലെങ്കിൽ അന്നേ എന്റെ അന്ത്യമായനെ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ രാംജി കാണിച്ച അതിബുദ്ധി കാരണമാണ് ഗായത്രി വഴി ആ ഫോട്ടോഗ്രാഫ്സ് അവരുടെ കയ്യിലെത്തിയതും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിപ്പോ വെട്ടിലായതും. ഫോണിലൂടെ പറയാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ നേരിട്ട് വന്നത്. തിന്ന ചോറിന്റെ കൂറ് ബാലം മറന്നിട്ടില്ല. വേറെ ആരും പറഞ്ഞല്ല, ഞാൻ തന്നെ വന്ന് പറഞ്ഞാണ് രാംജി ഇത് അറിഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കൂ. ഇത്രയും വിവരങ്ങൾ കിട്ടിയെന്ന് വെച്ചാൽ അവന്മാർ എന്നെ മാത്രം വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ആ ഫോട്ടോസിന്റെ നെഗറ്റീവ്സ് ഇപ്പോഴും ഉണ്ട് അവരുടെ കയ്യിൽ. ഞാൻ അവരുടെ കംപ്ലീറ്റ് മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അനന്തു ഒറ്റയ്ക്കല്ല. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു താപ്പാന ജേർണലിസ്റ്റ് അവന്റെ കൂടെയുണ്ട്. അയാൾക്ക് പത്രക്കാരുടെ നല്ല കോണ്ടാക്ട്സാ. ഡൽഹിയിലും ഇവിടെ ബോംബെയിലും ഒക്കെ പയറ്റി തെളിഞ്ഞ ആളാ. നാഷണൽ ഡെയിലി ഉൾപ്പെടെയുള്ള എല്ലാ പത്രക്കാരെയും വിളിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തി രാംജി ആക്രമിക്കാനാണ് അവരുടെ ആദ്യത്തെ പരിപാടി. അവരെ തടയാൻ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. മാത്രമല്ല, എന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് പത്രക്കാർക്കെതിരെ എന്ത് ചെയ്താലും അത് അപകട. രാംജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ചെയ്തേ മതിയാകൂ. ആ പത്രസമ്മേളനം നടക്കരുത്, അല്ലേ? തൽക്കാലം അത് മതി. നിയമത്തിന്റെ വഴികൾ വിട്ട് നടക്കാൻ മൂർത്തി സാർ അനുവദിക്കില്ല. റാംജിയെ ജയിലിൽ അടച്ചതുകൊണ്ട് മാത്രം എന്റെ അമ്മയുടെയും ഉഷയുടെയും ആത്മാവിന് ശാന്തി കിട്ടില്ല മീനു. ജീവന്റെ വില ജീവൻ മാത്രമാണ്. അത് ഞാൻ വാങ്ങിയിരിക്കും. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താനാവുന്നാണോ? അതെനിക്കറിയില്ല. അംഗം കുറിച്ച സ്ഥിതിക്ക് രണ്ടിലൊരാൾക്കേ ജീവിച്ചിരിക്കാൻ അവകാശമുള്ളൂ. എനിക്ക് ജീവിച്ചിരുന്നേ മതിയാവൂ. മീനുവിനെ കാണണമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മൂർത്തി സാറിനെ ധിക്കരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് അറിയുമ്പോ അദ്ദേഹം വേദനിക്കും. അന്ന് ചിലപ്പോ എന്റെ മാനസിക നില പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഹലോ, അനന്തു മദ്രാസിലാണ്. കൃഷ്ണമൂർത്തി ഉണ്ട്, ഒറ്റയ്ക്കാണ്. പത്രസമ്മേളനം ഇനി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ കൃഷ്ണമൂർത്തി ആയതുകൊണ്ട് അനൗൺസ് ചെയ്യാതെ പെട്ടെന്ന് നിമിഷത്തിൽ നടത്താനും മതി. അനന്തുവിന്റെ ആബ്സെൻസിലോ? മൂർത്തി ആയതുകൊണ്ട് ഉറപ്പു പറയാനും പറ്റില്ല. പ്രസ് ക്ലബ് അല്ലേ? അതെ. കൃഷ്ണമൂർത്തി സാറിനെ ഒന്ന് വേണം. അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്തിന്റെ വിയോഗം. ഹലോ, അദ്ദേഹം നമുക്കൊരു സുഹൃത്ത് മാത്രമല്ല. നിങ്ങൾ ആരാണ്? കൃഷ്ണമൂർത്തി സാറിന്റെ ഒരു ഫ്രണ്ടാ. മദ്രാസിൽ ഒന്ന് വേഗം കൊടുക്കൂ. സോറി, കൃഷ്ണമൂർത്തി സാറിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഒരു യോഗം നടക്കുകയാണ് ഇവിടെ. എന്ത്? അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചു. എന്റെ വഴിയും ലക്ഷ്യവും വേറെയാണെന്ന് അന്നേ മൂർത്തി സാറിനോട് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ എനിക്ക് വേണ്ടി മൂർത്തി സാറിന് റാംജിയുടെ ശത്രുതയ്ക്ക് ഇരയാവേണ്ടി വരില്ലായിരുന്നു. അമിതമായി മദ്യപിച്ച് മരിച്ചു എന്നാണ് റിപ്പോർട്ട്. അല്ലെന്നറിയാമായിരുന്നു, പറഞ്ഞില്ല, ഭാവിച്ചില്ല. എന്ത് ഫലം? മീനു, കുറ്റബോധം തോന്നേണ്ട സമയമല്ല ഇത്. അന്ന് തെറ്റിന്റെ വഴി തിരഞ്ഞെടുത്തു എന്ന് തോന്നി. തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചു. പക്ഷെ ഇന്ന് എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടതാണെന്നുള്ള ബോധ്യം മനസ്സിൽ കിടന്ന് നീറുമ്പോ ഇല്ല, അനന്ത് പറഞ്ഞതാണ് ശരി. ജീവന്റെ വില ജീവൻ തന്നെയാണ്. മീനു, ഉഷയുടെ അമ്മയുടെ ആത്മാവിനും മാത്രമല്ല, എന്റെ അച്ഛന്റെ ആത്മാവിനും കൂടി വേണം ശാന്തി.
എക്സ്ക്യൂസ് മീ, ബിന്ദു ബാലകൃഷ്ണൻ അല്ലേ? അതെ, എന്നെ അറിയില്ല. ഞാൻ മീനാക്ഷി മൂർത്തി. ഇവിടെ ഫിപ്സൺ ആൻഡ് കമ്പനിയിലെ ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ വന്നതാ. കൊച്ചിയിലാണ് നാട്. ബിന്ദുവിന്റെ കൂടെ ഓൾസൈൻസിലുണ്ടായിരുന്ന ലിസ എന്റെ ഫ്രണ്ടാണ്. ഇവിടെ പരിചയക്കാരാരുമില്ല. മൈലാപ്പൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ബെഡുണ്ട്. ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ കിട്ടൂ. ലിസ പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബിന്ദുവിനെ വന്ന് കാണാൻ. ഹോസ്റ്റലിലെ മാറ്ററിന് ബിന്ദുവിന്റെ അച്ഛനെ അറിയാം. ബിന്ദു വന്നൊരു വാക്ക് പറഞ്ഞാൽ അത് ഞാൻ എന്റെ അച്ഛനും ബാലകൃഷ്ണൻ സാറിന് അറിയാം. പറഞ്ഞാൽ ഓർക്കും. പ്ലീസ് ഒന്ന് വരുമോ? ശരി. പറഞ്ഞിട്ട് ഇതെവിടേക്കാണ്? തെറ്റിയിട്ടില്ല, പോകേണ്ടിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ എവിടേക്കില്ല, ഇത് ചതിയാണ്. അതെ, ചതിയാണ്. പറഞ്ഞ് പറ്റിച്ച് കിഡ്നാപ്പ് ചെയ്തത് തന്നെ. അച്ഛന്റെ ഏറ്റവും വലിയ ദൗർബല്യം മകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ബിന്ദു പേടിക്കണ്ട, ഞങ്ങൾ ഉപദ്രവിക്കില്ല. കരഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. ബിന്ദുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. മകൾ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ മന്ത്രി ബാലകൃഷ്ണൻ മുട്ടുവിട്ടു. എന്ത്? ഹോസ്റ്റലിൽ ഇതുവരെ അവൾ എത്തിയിട്ടില്ലെന്നോ? കോളേജിൽ നിന്ന് പിന്നെ അവൾ എവിടെ പോയി? ഫ്രണ്ട്സിന് ആർക്കൊരു വിവരമില്ലേ? പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞു? ശരി, വേണ്ട. പോലീസിനെ വിളിച്ചു പറയുന്നൊക്കെ ഞാൻ അവിടെ വന്നിട്ടാകാം. രാവിലത്തെ ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. ആ മതി. നാളത്തെ മദ്രാസ് ഫ്ലൈറ്റിലോ ടിക്കറ്റ് പറയും. നാളെ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് സർ. ക്യാബിനറ്റ് മീറ്റിംഗ് മണ്ണാങ്കട്ട. എടോ, എന്റെ മകളെ കാണാനില്ല. താൻ ആദ്യം ടിക്കറ്റ് പറയും. സർ, ആ തമിഴ്നാട് ഹോം മിനിസ്റ്റർ ഒന്ന് ലൈനിൽ വിളിച്ചു തന്നെ. ഹലോ, 1 മിനിറ്റ്. സർ, മദ്രാസിൽ നമ്മോടാണെന്ന് തോന്നുന്നു. ഹലോ അച്ഛാ, ഞാൻ ബിന്ദുവാണ്. മോളെ, നീ എവിടെയാ? ഞാനിവിടെ തടവിലാണ്. എന്നെ ഇവര് തട്ടിക്കൊണ്ട് വന്നതാ. അവരാവശ്യപ്പെടുന്നതിന് അച്ഛൻ വഴങ്ങിയില്ലെങ്കിൽ എന്റെ ജീവൻ അപകടത്തിലാണ്. അവരാരാ മോളെ? നീ എവിടെയാ? അവർക്ക് എന്താ വേണ്ടത്? സോറി സർ, ഈ വിളിക്കുന്ന ഫോൺ കോളിന്റെ സോഴ്സ് അറിയാൻ ശ്രമിക്കും മുമ്പ് ഒരു കാര്യം ഓർക്കുക. എന്റെ നേർക്ക് ചൂണ്ടുന്ന ഓരോ വിരലും അപകടത്തിലാക്കുന്നത് നിങ്ങളുടെ മകളുടെ ജീവനെയായിരിക്കും. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? പണോ അതോ മറ്റെന്തെങ്കിലോ? എന്തായാലും പറയൂ. എന്റെ മോളെ എനിക്ക് വിട്ടുതരൂ. തടവിൽ കഴിയുന്ന കുറ്റവാളിയെ പുറത്തു വിടുകയല്ല എന്റെ ആവശ്യം. ജനമധ്യത്തിൽ VVIP ആയി നിങ്ങളുടെ തണലിൽ കഴിയുന്ന ഒരു ക്രിമിനലിനോട് കണക്ക് തീർക്കുകയാണ്. I want to take vengeance on a dirty devil of a bloody cruel criminal. റാംജി. അനന്തു, എന്റെ ശബ്ദം നിങ്ങൾ മറന്നിട്ടില്ല. എനിക്ക് ആവശ്യം റാംജിയാണ്. ഏത് തന്ത്രവും സമ്മർദ്ദവും ഉപയോഗിച്ചും അയാളെ മദ്രാസിലേക്ക് വരുത്തണം. മദ്രാസിലേക്കോ? അതെ, 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനകം ഒറ്റയ്ക്ക് മറ്റാരുടെയും തുണയില്ലാതെ റാംജിയെ എന്റെ മുന്നിൽ എത്തിക്കണം. സമയപരിധി തെറ്റിച്ചാൽ, അതിനിടയിൽ പോലീസിനെ രംഗത്തിറക്കിയാൽ, മുമ്പ് കാണിച്ച അതിബുദ്ധിയും ചതിയും ആവർത്തിച്ചാൽ, ഇല്ല, ഒരിക്കലുമില്ല. പുലർച്ചയ്ക്ക് ഞാൻ വീണ്ടും വിളിക്കും. കൃത്യമായ ഒരു മറുപടി എനിക്ക് അപ്പൊ കിട്ടിയിരിക്കണം. ഹലോ ഹലോ, ആരെയും വിളിക്കണ്ട. രാവിലത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയേ. ബിന്ദുവിനെ കാണാതായ വിവരവും എന്റെ മദ്രാസ് യാത്രയും വേറെ ഞാൻ തൽക്കാലം അറിയാം. എന്താണ് അവന്റെ ഡിമാൻഡ്? അവൻ ആവശ്യം നിങ്ങളെയാണ് റാംജി. ഏത് തന്ത്രം ഉപയോഗിച്ചെങ്കിലും മദ്രാസിലാവും പറയുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ 24 മണിക്കൂറിനകം ഒറ്റയ്ക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്റെ മകളുടെ ജീവൻ. താനൊന്ന് അപ്സെറ്റ് ആകാതിരിക്കുക. ആദ്യം ട്രൈ ടു ബി പ്രാക്ടിക്കൽ. അനന്തു എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? അത് ഇല്ല, സാധ്യതയില്ല.
എങ്കിൽ കാം ഡൗൺ. അവൻ ആവശ്യം രാംജി അല്ലേ? രാംജി നാളത്തെ ഫ്ലൈറ്റിൽ മദ്രാസിൽ എത്തിയിരിക്കും. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ എപ്പോ രാംജിയെ എത്തിക്കണമെന്ന് ബുദ്ധിപൂർവം പറഞ്ഞുറപ്പിക്കണം. രാംജി, ഡു ആസ് ഐ സേ ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു മീ. ഗുഡ് നൈറ്റ്. ബാലൻ ഇവിടെ വന്ന വിവരം തമിഴ്നാട് ഗവൺമെന്റിനോ പോലീസിനോ അറിയാമോ? അറിയിച്ചിട്ടില്ല. നന്നായി. ചെട്ടിയാരുടെ പാലസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നല്ലേ അനന്തുവിനോട് താൻ പറഞ്ഞിരിക്കുന്നത്? അതെ. ഗുഡ്. ആ ബാലൻ, മീറ്റ് മിസ്റ്റർ വർമ്മ. ഹലോ. ഹലോ. ഇദ്ദേഹമാണ് ഇന്ന് അനന്തു പരിചയപ്പെടാൻ പോകുന്ന രാംജി. തീ കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. തീ കൊണ്ടേ നമ്മൾ എന്നും കളിച്ചിട്ടുള്ളൂ. ഡോണ്ട് വറി മിസ്റ്റർ ബാലൻ. സമയം കളയണ്ട. നിങ്ങൾ രണ്ടാളും നേരെ പാലസിലേക്ക് പോയിക്കോളൂ. അപ്പൊ രാംജി, forget about me. ആദ്യം നിന്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അനന്തു. ലീവ് ദാറ്റ് ടു മീ. വരൂ. രാംജി മുകളിലുണ്ട്. ഇനി എനിക്ക് എന്റെ മോളെ വിട്ടു തരണം. തീർച്ചയായും. പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചുവെങ്കിൽ അനന്തു അതൊരിക്കലും തെറ്റിക്കില്ല. എന്റെ മകൾ എവിടെയാണ്? ഒരല്പം കൂടി ക്ഷമിക്കൂ. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല സർ. റാംജിയെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് അയാളോട് ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. അത് കഴിയും വരെ നിങ്ങൾ സാക്ഷിയായി ഒപ്പം ഉണ്ടാവണം. നിങ്ങളായിരുന്നല്ലോ എല്ലാറ്റിനും പങ്കാളി. നിങ്ങൾ കൂടി ചേർന്നാലേ ആ കഥ പൂർത്തിയാവും. അനന്തു, ഭയപ്പെടേണ്ട. ഇതിനിടയിൽ നിങ്ങൾ വീണ്ടും എന്നെ ചതിക്കാൻ ഒരുമ്പിടുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും. ആ നിമിഷം നിങ്ങളെ ഞാൻ വെറുതെ വിടും. നിങ്ങൾ എത്തുമ്പോഴേക്കും ബിന്ദു സുരക്ഷിതയായി ഹോസ്റ്റലിൽ എത്തിച്ചേർന്നിരിക്കും. അനന്തു, ഞാൻ നോ സർ, യു ആർ ഗോയിങ് ടു ബി വിത്ത് മീ. ഹലോ രാംജി. ആ ഹലോ, ഞാൻ അനന്തു. അനന്തു? യെസ് രാംജി സാബ്, അനന്തു. ക്ഷമിക്കണം, നിങ്ങളെ എന്റെ മുന്നിൽ വരുത്തുന്നതിന് നിങ്ങളുടെ ഈ വിശ്വസ്തനായ അനുയായിയെ കരുവാക്കി എനിക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തീർക്കാൻ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. കണക്കുകൾ തീരുമ്പോൾ നമ്മളിൽ ഒരാളെ അവശേഷിക്കും. വരൂ, അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ നന്നായി ഒന്ന് പരിചയപ്പെടണം. കേട്ടറിഞ്ഞ കഥകളിൽ റാംജിയിൽ വലിയൊരു കലാകാരനുണ്ടായിരുന്നു, എ ബ്രില്യൻ തബലിസ്റ്റ്. എനിക്ക് നിങ്ങളുടെ കലാവിരുദൊന്ന് ആസ്വദിക്കണം. അനേകം സുന്ദരിമാരുടെ ചിലങ്കയണിഞ്ഞ കാൽ ചുവടുകളെ അടിയറവ് പറയിച്ച് റാംജിയുടെ കൈവിരലുകളുടെ അതിശയിപ്പിക്കുന്ന താളവേഗം അവസാനമായി ആസ്വദിച്ച വ്യക്തി എന്ന ബഹുമതി എനിക്ക് അവകാശപ്പെട്ടതായിരിക്കും. Play on it, please. Come on, play it. Play it, I said.
എവിടെ റാംജി?